السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يطع الله ورسوله يدخله جنات تجري من تحتها الأنهار خالدين فيها وذلك الفوز العظيم. ومن يعص الله ورسوله ويتعد حدوده يدخله نارا خالدا فيها وله عذاب مهين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني യഫ്ഖഹു ഖൗലി. പിർസത്തെ സഹോദരന്മാരെ, സഹോദരിമാരെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ പിർസത്തെ വിഷയത്തിൽ, റസൂൽ റൊട്ടിക്കുള്ള മഹബത്ര വിഷയത്തിൽ പല രീതിയിലുള്ള വാദകോലാഹലം നടന്നുകൊണ്ടിരിക്കരു. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹബത്ത് ചെന്നെങ്കിൽ ഈമാന്റെ അനിവാര്യത്തുള്ള ഒരു ಅಂಶ ಐತಿಕರು. റസൂലുള്ളാഹി സല്ലല്ലാഹു ಅಲೈಹಿ ವಸಲ್ಲಮರೊಟ್ಟಿಗೆ ಮಹಬ್ಬತ್ ಇಲ್ಲಾಂಟಿಕ್ಕರ ಹೊರತಾಗಿ ഈമാന്റെ ಅಂಶ അവന്റെ ജീവിതത്തിൽ ഇല്ല ചൊന്തു നമുക്ക് ചൊല്ലാം. എന്തേ ചൊന്നെങ്കിൽ ഷഹാദത്ത് കലിമത്തുക്ക് ഞങ്ങളെല്ലാരും സാക്ഷിത്തിക്കറ. ಅದಕ್ಕೆ ഞങ്ങളെ ജീവന ആ ജണ്ട് ഷഹാദത്ത് കലിമര ജണ്ട് ഭാഗത്തുക്ക് സാക്ഷിത്തിക്കറ്. അതിലെ ഒന്നാമത്തെ ഭാഗത്തിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്തും, രണ്ടാമത്തെ ഭാഗത്തിൽ വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ചൊന്തും ഞങ്ങൾ ഈമാൻ വെക്കറ. അപ്പൊ വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ
ಅಲ್ಲಾಹುರ ರಸೂಲು ಚೊನ್ನದಕ್ಕೆ ನಾನು ಸಾಕ್ಷಿ ಅವ್ರ ನಂಡ ಜೀವನ ಸಾಕ್ಷಿ ತಿಕ್ಕರು ಚೊಂತು ಒರ್ತ ಏಚ್ಚು ಚೊಲ್ಲುಂಬೋ ಅವನ ಜೀವನತೆ ಓರೋ ವಿಷಯಂ ಅದು ರಸೂಲುಲ್ಲಾಹಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮ ಪಡಿಪಾಟಿ പോലെ ಆಕೋಗು ಅವನು ಪ್ರಯತ್ನ ಹಾಕೋಣು. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കല്ലിക്ക് പോയ വിഷയത്തെ സംബന്ധത്തിൽ എന്തിനക്ക് ചൊന്തന്ത് ഇനി നടക്കുള്ള കാലത്തിൽ എന്തിരല്ല ബണ്ട് ചൊന്ത് നക്ക് ചൊന്തന്നര് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതല്ല വിഷയത്തിൽ നക്ക് ആജ്ഞാക്കിര് അതേപോലെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു വിഷയത്തിനെ ഞങ്ങളിൽ നിന്ന് എതിർത്തര് ഏതല്ല നക്ക് ഹലാലൈത്ത് പടിപാട്ടി തന്നര് ഏതല്ല ഹറാമൈത്ത് പടിപാട്ടി തന്നര് ഈ നിലക്ക് അതിരെ ആ രീതിയിലേ എടുക്കണു. ഹലാൽ ഹലാലൈത്ത് എടുക്കും, റസൂൽ ആജ്ഞര ജീവനത്തിൽ കൊമ്പറക്കും. റസൂൽ കൊമ്പറ ചെന്ന വിഷയത്തെ ഞങ്ങളെ ലൈഫ് കൊണ്ടാവുറത്തരാക്കും. ഹറാമൈത്ത് കാണക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച വിഷയത്തെ ഞങ്ങ ദൂരത്ത് നിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടില്ലാത്ത വിഷയത്തെ ഞങ്ങളെ ജീവനത്തെ നഗ എത്ര ദൂരാക്കാവൂರ അത്ര ദൂരാക്കിത്തും. ഈ നിലക്ക് ഞങ്ങളെ ഈമാന്റെ ഗട്ടി ആക്കണു ചെന്നതൈത്തിക്കര്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്നെങ്ക ആര് ഞങ്ങ ഷഹാദത്ത് കലിമ ചൊന്നത് ചെരിയയിൽ പിടിച്ചിട്ടേ ഞങ്ങ കേട്ടോണ്ടിക്കുക. ഒരു സമയം ഒരു മുസ്ലിം കുടുംബത്തില് ബന്ന ഒരു കിടാവ് ഉണ്ടായെങ്കിൽ ചെരിയയിലെ തൊട്ടിലിക്കുമ്പമേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്തുള്ള പാട്ട് കേൾക്കൂ. അതല്ലാത്ത രൂപത്തിൽ മുഹമ്മദുർ റസൂലുള്ളാഹ് ചെന്നതെല്ലാം കേട്ട് തിക്കൂ. ആയെങ്കില അവിടെ ഞങ്ങളെ ജീവനത്തിൽ ഞങ്ങൾ സാക്ഷിയാവുര ചൊന്തു ചൊല്ലുമ്പോ അതുകൊണ്ട് ഉദ്ദേശിക്കരെന്തരേ ഞങ്ങളെ ജീവനത്തെ പ്രതി ഓരോന്നും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പടിപ്പാട്ടിയ പോലെ ഞങ്ങൾ ആക്കുക. നങ്ക്ക് എങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാക്ഷിയിത്ത ഈ ഉമ്മത്ര മേൽ ഞങ്ങ സാക്ഷിയാവുര. ഞങ്ങ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് ഇസ്ലാം വരെ പഠിച്ച ഞങ്ങളെ കണ്ടിട്ട് ഇസ്ലാം ഈ ഉള്ള ആൽമാർ മനസ്സിലാക്കണു. അപ്പൊ ആ നിലക്കുള്ള ഒരു പിർസൈത്തിക്കര് എന്തേ ചൊന്നെങ്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പഠിപ്പാട്ടി തണ്ട അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅ്മിനീൻക്ക് അങ്ങനെ നഫ്സുറാൻട്ടിയാറ വേണ്ടപ്പെട്ട ആലൈത്തിക്കര് ചൊന്നത് സൂറത്തുൽ അഹ്സാബിലെ 6-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പാട്ടി തണ്ട. അപ്പൊ ഞങ്ങളെ നഫ്സുറാൻട്ടിയാറണക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേണ്ടപ്പെട്ട ആളാവണു. അപ്പൊ എങ്കിൽ മാത്രമേ ഞങ്ങൾ മുഅ്മിനീൻ ആവുര ചൊന്നത് ഈ ആയത്ത് കൊണ്ടുള്ള താത്പര്യത്തിക്കര്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് ഹദീസിൽ വിവരിച്ചു തണ്ട്. ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലു 3 വിഷയ ആരിലുണ്ടു ആ 3 ವಿಷಯ ಕೊಂಡುತ್ತು ಅವನುಕು ಈಮಾನ್ರೆ ಟೇಸ್ಟ್ ಅನುಭವಿಕೋಗು ಸಾಧ್ಯ ಅವರು. അതിൽ ഒന്നൈത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പടിപാട്ടി തന്റെ അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹും അല്ലാഹുടെ റസൂലും ബാക്കിയുള്ള എല്ലാ തേണ്ടിയാർ അവനുക്ക് ഏറ്റവും പിർസപ്പെട്ടതാവണു. അപ്പൊ ഒരു മുഅ്മിനായവനുക്ക് ഈ ദുനിയാവുലു ഏറ്റവും യാറാവനുക്ക് ബന്ധുല്ല അല്ലാഹുരൊട്ടിಗೆ. അത് കല്ലെങ്ക അല്ലാഹുര റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ರೊಟ್ಟಿಗೆ ಅವನು ಚೆನ್ನದು ಈ ವಿಷಯ ನಂಗೆ ಪಡಿಪಾಟಿ ತಂದೆ. അതുകൊണ്ടൈത്തിക്കര് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നരെ ذاق طعم الإيمان من رضي بالله ربا وبالإسلام دينا وبمحمد رسولا. ആര് അല്ലാഹുര റബ്ബൈത്ത് തൃപ്തിപ്പെടുறாரு, ഇസ്ലാമിന്റെ ദീനൈത്ത് തൃപ്തിപ്പെടുறாரு, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമര റസൂലൈത്ത് തൃപ്തിപ്പെടുறாரு, ಅವನುಕು ಈಮಾನ್ರ ಟೇಸ್ಟ್ ಅವನು ಅನುಭವಿച്ച ಅದರ ಮಧುರ ಅವನು ಕಿಟ್ಟಿತು ಚೊಂತು റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നങ്ങൾക്ക് പടിപ്പാട്ടി തണ്ട്. അപ്പോ
റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ നാന് അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമരെ റസൂലായിട്ട് നാന് തൃപ്തിപ്പെടരാ ചൊന്ത് ചൊല്ലുമ്പോ പിന്നെ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിയ വിഷയത്തില് ഒരു നിലക്കും മനസ്സിലൊരു ചൊറിച്ചിലിക്കൊക്കെ തീരാ. അതെന്താ അങ്ങനെ, അതെന്ത് ഇങ്ങനെ ആവാത്തെ, ഈ നിലക്കാവ് തീരാ ചെന്നതെത്തിക്കര് ഈ പഠിപ്പാട്ടി തന്റെ ഉദ്ദേശ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലേ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ആരെങ്കിലും ഓർത്ത എല്ലാ ആൾമാരായിട്ടും അവന്റെ മക്കളായിട്ടും അവന്റെ അബ്ബരായിട്ടും യാന നണ്ട മഹബത്ത് വെക്കറോടത്തോളം അവന് മുഅ്മിനാവല ചൊന്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പാട്ടി തണ്ട്. അപ്പൊ ഈ ഒരു ഹദീസിന്റെ ആശയമേ നമുക്ക് മനസ്സിലാക്കിയെങ്കിൽ ധാരാളം മിയാവും എന്തിരെ. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടിക്കുള്ള പിർസ ചൊന്നെങ്ക് മഹബത്ത് ചൊന്നെങ്ക് ഈമാന്റെ ഒരു അനിവാര്യത്തുള്ള ഘട്ടകൈത്തിക്കര്. അതില്ലാണ്ട് നാനൊരു മുഅ്മിന് ചൊന്തു ചൊല്ലക്കു ഒരു മനുഷ്യക്കും സാധ്യല്ല ചൊന്തൈത്തിക്കര്. ഈ ആയത്തും ഈ ഹദീസെല്ലാം നമുക്ക് പഠിപ്പാട്ടി തന്നെ ആയെങ്കിൽ ഈ വിഷയത്തില് റസൂൽ റൊട്ടിക്കുള്ള മഹബത്ത് ചൊല്ലുമ്പോ യാരത്തെ മുസ്ലിമീങ്ങ അതിന് എതിർക്കില്ല, അത് വേനല്ലേ, അതില്ലാണ്ടിക്കൊക്കെ സാധ്യല്ല ആയെങ്കിൽ പിന്നെ അതിരെ കൊമണ്ടതായ തെരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഹബത്ത് അത് എങ്ങനെ പ്രകടാക്കണു, ഏതെല്ലാം രൂപത്തിൽ എൻ്റെ ജീവിതത്തിലുണ്ടാവണു, കൂടെ പല നിലക്കുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അവിടെ എത്തിക്കര് ഞങ്ങൾ ഓരോരുത്ത ആലോചന ആക്കൂല്ലേ, ഞങ്ങൾ ഏത് രൂപത്തിൽ മഹബത്ത് വെക്കണു, ഏത് രൂപത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ അതിനെ ഞങ്ങൾ കൊമ്പറണു. ഇതുകെല്ലാം ഞങ്ങൾക്ക് ഉത്തമമായ മാതിരി സ്വഹാബത്തിന്റെ ജീവിതത്തിൽ കാണാൻ സാധ്യവരു. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് രൂപത്തിൽ സ്വഹാബത്ത് മഹബത്ത് വെച്ചിട്ട് ആ രൂപത്തിൽ ഞങ്ങൾ മഹബത്ത് വെക്കണു ചെന്നതെത്തിക്കര് ഞങ്ങൾ ഓരോരുത്ത മനസ്സിലാക്കൂല്ലേ. സ്വഹാബത്തിലെ ജീവനത്തെ ഓരോ ഘട്ടന എടുത്തു നോക്കിയെങ്കിൽ റസൂൽ റൊട്ടികുള്ള മഹബത്ത് ഞങ്ങൾക്കത് പ്രത്യേകിച്ച് കാണാൻ സാധ്യവരു. അങ്ങനെ ഓരോരുത്തരുടെ വിഷയത്തില് ഞങ്ങൾക്ക് ഇങ്ങനെ വിവരണാക്കുന്ന ആവശ്യകതമേ ഇല്ല. സ്വഹാബത്തിലെ അത്രയും യാര നബിയുടെ മഹബത്ത് വെച്ചങ്ങ ഞങ്ങൾക്ക് അത്രമാ ഘട്ടന അത് ഉദാഹരണത്തിൽ ചൊല്ലക്ക് സാധ്യവില്ലേ. നോക്കറു ഉമർ റളിയല്ലാഹു അൻഹു ഒരു ഘട്ടന ഉമർ റളിയല്ലാഹു അൻഹു വർക്ക റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒಟ್ಟಿಗೆ ചൊല്ലರು, ಅಲ್ಲಾಹುರ ರಸೂಲ ನಂಡ ನಫ್ಸ್ ಕಲ್ಯಂಗ್ ನಾನು ಯಾರ ಪಿರ್ಸಬೇಕ್ರೆ ನಿಂಗಲ ರಸೂಲ. ಅಪ್ಪ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു, ഇല്ല സമയത്തില്ല ഈമാൻ, നിന്റെ നഫ്സുരാಂಟಿ ಎಲ್ಲೋರಾಂಟಿ ಯಾರ ನಂಡ ನೀ ಮಹಬ್ಬತ್ ಬೆಕ್ಕಣು. ಅಪ್ಪ ಉಮರ್ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ಆಲೋಚನೆ ಹಾಕಿತಿಲ್ಲ, ಅಪ್ಪಮೇ ಅದರೇ ತಿದ್ದಿತ್ತು, ಅದರೇ ಸರಿಯಾಕಿತ್ತು. അങ്ങനെ ആയെങ്കിൽ റസൂല ನಂಡ ನಫ್ಸುರಾಂಟಿಂ ಯಾರ ನಾನು ನಿಂಗಲ ಮಹಬ್ಬತ್ വെച്ച റസൂല ചൊന്തു അപ്പമേ ജവാബ് കൊടുത്തു. അപ്പ ഇത്തിക്കര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു, അൽ ആന യാ ഉമർ, ഉമര ഇപ്പ ഇത്തിക്കര് കറക്റ്റായേ. അപ്പോ അതേ ഇത്തിക്കര് ഈമാൻ. ഇത് ഒരു ഘട്ടന മാത്രമേ നാ ചൊന്നേ. ഇങ്ങനെ എത്രമാ വിഷയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമരെ ആ സ്വഹാബത്തിന്റെ ജീവിതത്തിൽ എടുത്തു നോക്കിയെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യവരു. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമരെ ആ സ്വഹാബത്ത് മഹബത്ത് വെച്ച പോലെ ഈ ദുനിയാവിൽ ആരും മഹബത്ത് വെച്ചിട്ടില്ല, ഇനി വെക്കൂ ഇല്ല. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമരെ ജീവനത്തെ ക്രമ ആ സ്വഹാബത്ത് അങ്ങനെ ജീവനത്തിൽ അളവടിക്കാക്കിയ പോലെ ഇനി ആരും ആക്കൂ ഇല്ല, ആക്കിത്തു ഇല്ല. അതുകൊണ്ട് അങ്ങ ഏത് രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമരെ മഹബത്ത് വെച്ചാറ്, അങ്ങ് ഏതല്ല ജീവനത്തിൽ കൊമന്നാറ്, എന്ത്ര സംസ്കൃതി എന്ത്ര കൾച്ചർ എത്തിക്കറങ്ങളെ ജീവനത്തിൽ ഞങ്ങൾക്ക് കാണുക സാധ്യവരെ. ഇതെത്തിക്കറ് മുഅ്മിനായ ഓരോരുത്തനങ്ങ് ആലോചന ആക്കുള്ളേ. അതുകൊണ്ട് ഇതിലെ പ്രധാനപ്പെട്ടതായ കുറിയ പോയിന്റ്സ് എത്തിക്കറ് ഞാൻ ഇൻഷാ അല്ലാഹ് നിങ്ങളെ മുന്നല്ല ചൊല്ലക വിചാരിക്കരെ. അപ്പൊ അതിൽ ഒന്ന് ത്വാഅതുഹു ഫീമാ അമറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു വിഷയത്തിൽ ഞങ്ങൾക്ക് ആജ്ഞാക്കിത അതിനെ ഞങ്ങൾ അനുസരിക്കണു ചെന്നതെത്തിക്കര് ಅದರ ഒന്നാമത്തെ ഭാഗ. സ്വഹാബത്ത് ഇതിൽ ആ രീതിയിൽ ആക്കിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നെങ്കിൽ പിന്നെ അതിനായിട്ട് അപ്പുറത്തേക്ക് അങ്ങ് ആലോചന ആക്കൂ റെഡിയില്ല. അതൈത്തിക്കര് റസൂൽ ചൊന്നದಕ್ಕೆ അങ്ങനെ ജീവന ಅದಕ್ಕೆ ಅನುಸಾರೈತ അങ്ങ് കൊമന്നാറ് ചൊന്നതെത്തിക്കര് ഞങ്ങൾക്ക് മനസ്സിലാക്കൂല്ലേ. അല്ലാഹു ഖുർആനിൽ ചൊന്നില്ലേ, ഖുൽ അതീഉല്ലാഹ വർ-റസൂല ഫഇൻ തവല്ലൗ ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ.
ചൊന്തു കൊടുക്കോറു. എന്തിനാ ചൊന്തു കൊടുക്കോകു? അത്തിഉല്ലാഹ്, നിങ്ങ അല്ലാഹുരെ ഇതാഅത്താക്കോറു, അല്ലാഹുരെ അനുസരിക്കോറു. വർ റസൂല, അല്ലാഹുരെ റസൂലിനെ നിങ്ങ അനുസരിക്കോറു. ഫഇൻ തവല്ലൗ, ഇനി നിങ്ങ പെറവ് തിരിഞ്ഞു പോണ്ടാറുണ്ടായെങ്കിൽ ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല കാഫിരീങ്ങളെ, ഇത്തരം അതിൽ നിന്ന് പെറവ് തിരിഞ്ഞു പോകേണ്ടതായ സത്യനിഷേധിമാരെ അല്ലാഹു ഇഷ്ടപ്പെടല ചൊന്തു അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് പഠിപ്പാട്ടി തണ്ട. അപ്പോ ഞങ്ങള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള മഹബ്ബത്ത് അത് ഗട്ടിയാക്കുന്നതായ ഒന്നാമത്തെ സ്റ്റെപ്പ് ആയിട്ടിക്കറ്. ഏതൊരു വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്ന അതിരെ ആ രൂപത്തിലെ ನಾನು ഇതാഅത്താക്കണു. ഏതൊരു വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ആജ്ഞാക്കി തന്ന അതിരെ ನಾನು അനുസരിക്കണു ചൊന്നത്. ചുമ്മ ആയത്തിൽ അല്ലാഹു ഈ വിഷയത്തെ മഹത്വം ഞങ്ങൾക്ക് പഠിപ്പാട്ടി തണ്ട. അത് മാത്രല്ല ആ വിഷയം ഞങ്ങളുടെ മേൽ കഡ്ഡായ തിക്കറ് ചൊന്തും അല്ലാഹു ഞങ്ങൾക്ക് ചൊന്തണ്ട. അല്ലാഹു ಬೇರೆ ಜಾಗ ಚೊಲ್ಲರ ನೋಕೋರು. ഖുൽ അതീഉല്ലാഹ വഅതീഉർ റസൂല ഫഇൻ തവല്ലൗ ഫഇന്നമാ അലൈഹി മാ ഹുമ്മില വഅലൈക്കും മാ ഹുമ്മിൽതും വഇൻ തുതീഉഹു തഹ്തദൂ വമാ അലർ റസൂലി ഇല്ലൽ ബലാഗുൽ മുബീൻ. നബിയേ അങ്ക് ചൊന്തു കൊടുക്കോರು. ಅಂದ್ರೆ അതീഉല്ലാഹ വഅതീഉർ റസൂൽ, നിങ്ങ അല്ലാഹുരം അല്ലാഹുര റസൂലിനെ ഇതാഅത്താക്കറു, അനുസരിക്കറു. ഫഇൻ തവല്ലൗ, ഇനി നിങ്ങ പെറവ് തിരിഞ്ഞു പോണ്ടാറ്, ഇതെന്തും ക്യാറാക്കാണ്ട് അല്ലാഹുര ഇതാഅത്താക്കാണ്ട് റസൂലിനെ ഇതാഅത്താക്കാണ്ട് ഇന്നെങ്കിൽ ഫഇന്നമാ അലൈഹി മാ ഹുമ്മില, അയല മേല് ഇതൊരു കർത്തവ്യ, അയൽ ആക്കുള്ളതായ ഹൊണെ. വഅലൈക്കും മാ ഹുമ്മിൽതും, നിങ്ങളെ പേരിലുള്ള വിഷയത്തെ അത് നിങ്ങ മേയ്ത്തിക്രാറ് ഹൊണകാരന്മാര്. വഇൻ തുതീഉഹു തഹ്തദു, ഇനി ആ റസൂലിനെ നിങ്ങ അനുസരിച്ചെങ്കിൽ നിങ്ങ ഹിദായത്തിലാവുവാറ്. വമാ അലർ റസൂലി ഇല്ലൽ ബലാഗുൽ മുബീൻ, വ്യക്തമായ രൂപത്തിൽ സുവ്യക്തമായ സന്ദേശ നിങ്ങൾക്ക് എത്തുവാട്ടി തണ്ടതൈത്തിക്കറ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള കർത്തവ്യ ചൊന്തു അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് കൂടെ പഠിപ്പാട്ടി തണ്ട. അപ്പ അല്ലാഹുരം അല്ലാഹുര റസൂലിനെ അനുസരിക്കറു ചൊന്നൽ പിന്നെ ഒരു എച്ചരിക്കര സന്ദേശം, അതിന്റെ വിരുദ്ധത്തിൽ നിങ്ങൾ പോണ്ടാറുണ്ടായെങ്കിൽ അത് നിങ്ങേ വല്ല നഷ്ടത്തിക്കൂ ചൊന്ന രൂപത്തിൽ അല്ലാഹു ഇവിടെ ഒരു എച്ചരിക്ക ചൊന്ന സ്വഭാവത്തിൽ ഞങ്ങൾക്ക് പഠിപ്പാട്ടി തണ്ട. അപ്പൊ നോക്കറു അതിനെ ഞങ്ങൾ അനുസരിക്കണു ചൊന്നതൈത്തിക്കറ്. അപ്പൊ ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട് മനസ്സിലാക്കുള്ളതായ വിഷയം അല്ലാഹു മുഅ്മിനീങ്ങളെ വിളിച്ചിട്ടേ ചൊല്ലുற ഖുർആനില് യാ അയ്യുഹല്ലദീന ആമനൂ അതീഉല്ലാഹ വഅതീഉർ റസൂല വലാ തുബ്തിലൂ അഅമാലക്കും. ഏ മുഅ്മിനീങ്ങളെ, അല്ലാഹുരം അല്ലാഹുര റസൂലിനെ നിങ്ങ ഇതാഅത്താക്കറു, നിങ്ങളെ അമൽറെ നിങ്ങ ബാത്തിലാക്കി വിടണ്ട. അപ്പൊ അല്ലാഹുരം അല്ലാഹുര റസൂലിനെ ഇതാഅത്താക്കാണ്ടിന്നെങ്കിൽ ഞങ്ങളെ അമൽ ബാത്തിലായി പോവുന്നൊരു സന്ദേശ അല്ലാഹു ഈ ആയത്തിൽ ഞങ്ങൾക്ക് പഠിപ്പാട്ടി തണ്ട. അപ്പ ഞങ്ങ ಪ್ರತಿಯೊರೋರ್ತ മനസ്സിലാക്കുള്ളതായ ഒരു വിഷയത്തിക്കറ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തണ്ട് കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, നന്റെ ഉമ്മത്തിൽ എല്ലാരും സ്വർഗത്തിൽ പ്രവേശിക്കുവാറ്. ഇല്ലാമൻ അബാ, ആയെങ്ക ആറ് എതിർത്ത ആറ് ധിക്കരിച്ച അവനല്ലാണ്ട്. ഖാലു, അപ്പൊ സ്വഹാബത്ത് കേട്ടാറ് യാ റസൂലല്ലാഹ് വമൻ യഅബ, അങ്ങനെ ആയെങ്ക അല്ലാഹു റസൂല ആ എതിർത്തങ് ആറ് ചൊന്തു ഞങ്ങൾക്ക് ചൊന്തരു. ഖാല, അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു കൊടുക്കുരു മൻ അത്വഅനി ദഖലൽ ജന്ന വമൻ അസ്വാനി ഫഖദ് അബാ. ആറ് നന്റെ അനുസരിക്കാറ് അവന് സ്വർഗത്തിൽ പ്രവേശിച്ച, ആറ് നക്ക് എതിരു പ്രവർത്തിക്കാറ് നന്റെ ധിക്കരിക്കാറ് അവനൈത്തിക്കാ. നക്ക് എതിരു പ്രവർത്തിച്ചവನು അല്ലെങ്കിൽ ನಾನು ചൊന്നത് കേൾക്കാത്തവനൈത്തിക്കാ നന്റെ ധിക്കരിച്ചവನು ചൊന്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പാട്ടി തണ്ട്. അപ്പ ത്വാഅതുഹു ഫീമാ അമറ ചൊന്ന വിഷയം ഒന്നാമത്തെ പോയിന്റ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊന്നു ഞങ്ങളൊട്ടിಗೆ ആജ്ഞാക്കിര അതില്
ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആജ്ഞയെ അനുസരിക്കുക ചൊന്നത് അത് സ്വഹാബത്ത് നമുക്ക് പഠിപ്പാട്ടി തന്നതായ മാർഗ അല്ലാഹു ഖുർആനിൽ ചൊന്നതായ വിഷയ അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ വിഷയത്തിൽ ചൊമ്മ നമുക്ക് വിവരിച്ചു തന്നത് അതുകൊണ്ട് ആ അല്ലാഹു ചൊന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടി തന്നതും സ്വഹാബത്തിന്റെ ജീവനത്തിൽ നമുക്ക് ആ രീതിയിൽ കാണുക സാധ്യവരു അതിന് ആ രീതിയിൽ നിങ്ങൾ എടുക്കണു ചൊന്നതൈത്തിക്കര് ഇനി രണ്ടാമത്തേത് തസ്ദീഖുഹു ഫീമാ അഖ്ബറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു വിഷയത്തെ നിങ്ങൾക്ക് പഠിപ്പാട്ടി തന്നറാ അതിന്റെ സത്യസന്ധತೆ ನಾನು അംഗീകരിക്കണു ചൊന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടി തന്നതിൽ പിന്നെ നിങ്ങൾക്ക് സംശയിക്കുക തീരാണ്ട് പിന്നെ സംശയിച്ചെങ്കിൽ ഞങ്ങളെ ഈമാനിലൂടെമാവൊരു ദൗർബല്യുണ്ടു ദുർബലയിത്തു പോയി ഞങ്ങളെ ഈമാൻ ചൊന്നത് റസൂലൊട്ടിക്കുള്ള മഹബത്ത് എന്താ യാരക്കുറോടെ ചൊന്നതുക്കുള്ളേ ഒരു കാരണത്തിക്കുന്നത് അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെല്ലാം വിഷയത്തിൽ നമുക്ക് ഇന്നതെല്ലാം പഠിപ്പാട്ടി തന്നറാ അതിനെ ನಾನು സത്യസന്ധತೆ അംഗീകരിക്കുക കല്ഞ്ഞുപോയ കാലത്തെ വിഷയത്തിക്കു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോൽ കല്ഞ്ഞുപോയ എത്രമാ വിഷയത്തിൽ നമുക്ക് പഠിപ്പാട്ടി തന്നരല്ലേ അതല്ല ഇനി ബണ്ട വിഷയത്തില് അതായത് ഇനി ഒരു സമയം ഈ ഞങ്ങളെ കാലത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തിനടുവിൽ എത്രമാ ആയതിക്കു ഇനി ആവുന്തിക്കു അപ്പൊ ഇങ്ങനത്തെതെല്ലാം ഞങ്ങൾ അതിൽ ആ രൂപത്തിൽ വിശ്വസിക്കണു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത്ര പഠിപ്പാട്ടി തന്നത് ഇപ്പൊ ഉദാഹരണക്ക് മുന്നോൽ കല്ഞ്ഞുപോയ ഘട്ടനയുടെ വിഷയത്തില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്ന വിഷയത്തെ ഞങ്ങൾക്ക് ചൊന്നത് ഇപ്പൊ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തെ ഏതെങ്കിലും ഒരു വിഷയമാ അല്ലെങ്കിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തെ ഏതെങ്കിലും ഒരു വിഷയമാ അസ്ഹാബുൽ കഹ്ഫ് ഇങ്ങനെ അതിൽ ഞങ്ങൾ ആ രീതിയിൽ അംഗീകരിക്കണു ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവനത്തില് റസൂൽ നടന്നതായ കുറെ ഘട്ടന ഞങ്ങൾക്ക് ചൊന്നുണ്ട് ഇപ്പൊ ഇസ്രാ മിഅ്റാജ് ചൊന്നത് അത് ഏതൊരു സാധാരണ മനുഷ്യർക്ക് ആ ഒരു ഘട്ടന അല്ല അങ്ങനെ അവർക്ക് സാധ്യമേ അല്ല ഇനി അതിനെ ഈ ഒരു ഘട്ടനരെ റസൂലല്ലാണ്ട് വേറെ ആരും അനുഭവിച്ചിട്ടില്ല അങ്ങനെ മുട്ട ജാവു അവിടെ ഇന്നാല് പിന്നെ പിറ്റാണ്ട് സുബൈബൻ തങ്ങളൊട്ടിക്ക് ഈ വിഷയം ചൊല്ലുമ്പോ ആരും അത് നോക്കിത്തില്ല പോയത് ആരും കണ്ടിട്ടില്ല ആർക്കും അങ്ങനത്തെ അനുഭവം എത്തില്ല അവ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നൂരു അത് ഞാൻ അംഗീകരിച്ച അതേത്തിക്കര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു ഖബർ ನಂಗೆ കൊമന്തಂತ ಅದನ್ನ ನಾನು ಸತ್ಯಸಂಧತೆ ಅಂಗೀകരിച്ച ಅದು എങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടി തന്നത് ആ രൂപത്തിൽ ഒന്ന് കൊറോടിയാക്കാണ്ട് ഒന്ന് യാറാക്കാണ്ട് ഞാൻ അതിനെ വിശ്വസിച്ച അതേത്തിക്കര് രണ്ടാമത്തേത് നോക്കൊരു സ്വഹാബത്ത് ഈ വിഷയത്തിൽ എന്തരൈത്ത് ഇപ്പൊ ഇസ്രാ മിഅ്റാജ് ചൊന്നൊരു വിഷയം എടുത്തു നോക്കാം ഇസ്രാ മിഅ്റാജ് ചൊന്ന വിഷയത്തില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തെ കുഫാരിങ്ങളൊട്ടിಗೆ ആ വിഷയം ಅಂತ ചൊല്ലുമ്പോ എന്തെന്തെല്ലാം ಪರಿಹಾಸ ಹಾಕ್ಯಾರು എന്തെല്ലാം ചിരി എന്തെല്ലാം തമാശ വേണു എന്തെല്ലാം വേണു ഏതെല്ലാം രൂപത്തിൽ ആക്കിയാറ് ആയെങ്കില റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമരെ ഏറ്റവും വലിയ ഫ്രണ്ട് ആയിട്ടുള്ള അബൂബക്കർ റളിയല്ലാഹു അൻഹുരൊട്ടിಗೆ കൊറേ മുശ്രിക്കീങ്ങൾ വന്നാരുതാ നിന്റെ ചങ്ങായി ഇങ്ങനെല്ലാം ചൊന്തണ്ട് എന്നൊരിതിരെ വിഷയാണ് അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കേടുത്ത് അല്ല അത് നബി ചൊന്നൊരൊക്ക ഒക്കു അങ്ങനെ ആയെങ്കിൽ ഞാൻ അതിനായിട്ട് വല്ലതും വിശ്വസിക്കുവാൻ അതൈത്തിക്കര് ഈമാൻ അപ്പൊ ആ രൂപത്തിലുള്ള മാതരി ഇനി എല്ലാം ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹയാത്തുൽ ബർസഖ് ഈ ജീവനത്തെ വിഷയത്തിൽ നമുക്ക് എന്തെല്ലാം ചൊന്തಂತ ಅದರ ಆ ರೂಪത്തിൽ ವಿಶ್ವಸಿಸೋಣ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിസാബ് കിതാബിന്റെ വിഷയത്തിൽ എന്തെല്ലാം പഠിപ്പാട്ടിದಂತ അത് ആ ರೂಪത്തിൽ വിശ്വസിಸೋಣ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ ആഖിറത്തിലുള്ള സിറാത്ത് അതേപോലെ ഹൗലുൽ കൗസർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്ത് ഈ വിഷയത്തിലെല്ലാം എന്തെല്ലാം പഠിപ്പാട്ടിದಂತ സ്വർഗ്ഗ നരക ಇದರ ಅವಸ್ಥೆ ಅಂದ್ರಲ್ಲ ಎಂದ್ರ ಪಡಿಪಾಟಿದಂತ ಅದರ ಆ ರೂಪത്തിലേ ഞങ്ങൾ വിശ്വസിക്കണു എന്താ വെച്ചെങ്കിൽ ഇത് ഈമാന്റെ വലിയൊരു ഭാഗം എത്തിക്കര് റസൂൽ റൊട്ടിക്കുള്ള മഹബ്ബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംശം എത്തിക്കര് അതുകൊണ്ട് തസ്ദീഖുഹു ഫീമാ അഖ്ബറ ഏതൊരു വിഷയത്തില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നദൈത്തിക്കര് ചൊന്തു നമുക്ക് പഠിപ്പാട്ടി തന്നറാ അതിനെ ഞങ്ങൾ ആ രൂപത്തിൽ സത്യസന്ധತೆ അംഗീകരിക്കണു ചൊന്നത് റസൂൽ റൊട്ടിക്കുള്ള മഹബ്ബത്തിന്റെ ഭാഗം എത്തിക്കര് അതിൽ ഏതൊരു ഞങ്ങൾ എതിർക്കൊക്കെ തീരാ പലതരം എതിർക്കറങ്ങുള്ളാറ് ഹയാത്തുൽ ബർസഖ് ഈ ജീവനത്തെ എതിർക്കറങ്ങുള്ളാറ് ഇനി നബിയുടെ ജീവനത്തിലെ ആ കല്ഞ്ഞു പോയതാ ഇസ്രാ മിഅ്റാജിനെ എതിർക്കുന്ന ആൾമാരുള്ളാറ് അതുപോലെ സിറാത്ത് ചൊന്ന ഒരു പാലത്തെ എതിർക്കുന്ന ആൾമാരുള്ളാറ് സ്വർഗ നരകത്തെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നതിനെ എതിർക്കറങ്ങുള്ളാറ് പലതരം ആൾമാരുള്ളാറ് ആയെങ്കിലാ അത് ഞങ്ങൾക്ക് പ്രമാണബദ്ധയിട്ട് വന്നറാ
അത് ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ത് സരണി അല്ലെങ്കിൽ നബിൽ നിന്തത് ഞങ്ങൾക്ക് സനത് മുഖാന്തര ബന്നറ ഞങ്ങൾക്ക് പരമ്പരയിട്ട് ബന്നറ സനത് മുറിയാണ്ട് ബന്നറ അത് ഞങ്ങ എടുക്കണു ചെന്നതൈത്തിക്കര് ഈ വിഷയത്തിന് ഞങ്ങ ഓരോരുത്ത മനസ്സിലാക്കൂല്ലേ. അപ്പൊ ഇതൈത്തിക്കര് രണ്ടാമത്തെ പോയിന്റ്. ഇനി മൂന്നാമത്തത് ഇത്തിബാഉഹു ഫിൽ അഅമാൽ, ഞങ്ങളെ അമല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങ ഇത്തിബാ ആക്കണു അനുസരിക്കണു ചെന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചൊന്തണ്ട, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. ചൊന്തു കൊടുക്കൊരു എന്തിരെ നിങ്ങ വർഷമയ അല്ലാഹുര മഹബ്ബത്ത് ബക്രാറുണ്ടായെങ്കിൽ നണ്ട നിങ്ങ അനുസരിക്കൊരു. അല്ലാഹുര റസൂൽ ചൊല്റേ, അല്ലാഹു ചൊന്തു കൊടുക്കൊക്കെ ചൊല്റേ, നിങ്ങ അല്ലാഹുര മഹബ്ബത്ത് ബക്രാറുണ്ടായെങ്കിൽ നണ്ട നിങ്ങ അനുസരിക്കൊരു ഉണ്ടു. യുഹ്ബിബുകുമുല്ലാഹ്, അങ്ങനെ ആയെങ്കിൽ അല്ലാഹു നിങ്ങളെ മഹബ്ബത്ത് ബക്ര വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളെ ദോഷത്തെ അല്ലാഹു നിങ്ങൾക്ക് മാഫാക്കി തണ്ട. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു എല്ലാം പൊറുക്കുറവനും അവನು ಕರುಣಾನಿಧಿ ಐತಿಕ್ರ ರಹೀಮ್ ಐತಿಕ್ರ ಚೊಂತು ಅಲ್ಲಾಹು ಸುಬ್ಹಾನ ತಾಲ ನಂಗೆ ಕೂಡ ಪಡಿಪಾಟಿ ತಂಡ. ಅಪ್ಪ ನಂಗ ಮನ್ಸಲಾಕೂಲ್ಲ ಮೂನಾಮത്തെ ಪಾಯಿಂಟ್ ഇത്തിബാഉഹു ഫിൽ അമാൽ, ഞങ്ങളെ അമൽ ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ഞങ്ങ അനുസരിക്കണു. അല്ലാഹു വേറെ കുറേ ജാഗതിര വിഷയത്തിൽ ഞങ്ങൾക്ക് പടിപ്പാട്ടി തന്നറ. ഏ മുഅ്മിനീങ്ങളെ, യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ വ ഉലിൽ അംരി മിൻകും. അല്ലാഹുര റസൂലിനെ അനുസരിക്കൊരു മുഅ്മിനീങ്ങളെ, നിങ്ങളെ കൂട്ടത്തിലുള്ള ആജ്ഞാധികാര ഹുല്ലങ്ങളെ ഉലുൽ അംറിൽ പെട്ടങ്ങളെ നിങ്ങൾ അനുസരിക്കൊരു. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. നിങ്ങളെ നടുവിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമായെങ്കിൽ നിങ്ങൾ അതിനെ അല്ലാഹുക്കും അല്ലാഹുടെ റസൂലുക്കും നിങ്ങൾ തിരിക്കൊരു ചൊന്ത അല്ലാഹു പടിപ്പാട്ടി തണ്ട. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ അല്ലാഹുലും ആഖിറത്തിലും ഈമാൻ വെക്കാറുണ്ടായെങ്കിൽ നിങ്ങൾ ആ രീതിയിലാക്കണു ചൊന്ത അല്ലാഹു പടിപ്പാട്ടി തണ്ട. ദാലിക ഖൈറുൻ വ അഹ്സനു തഅവീല, അതൈതിക്ര് ഖൈറായതും ഏറ്റവും നല്ല പര്യാവസാനുള്ളത് അതൈതിക്ര് ചൊന്തു അല്ലാഹു സുബ്ഹാനഹു വ തആല ನಂಗೆ ಕೂಡ ಪಡಿಪಾಟಿ ತಂಡ. അതുകൊണ്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങ അമൽ ഇത്തിബാ ആക്കണു. ഞങ്ങളെ അമൽ അത് സ്വഹിയാവുന്നെങ്കിൽ അമൽ സ്വാലിഹാത്താക്കണുണ്ടല്ലേ, സ്വാലിഹായ അമലാക്കിട്ട് അല്ലാഹുവിന്റെ മുട്ടത്തക്കുള്ള മാർഗം സ്വീകരിക്കണുണ്ടല്ലേ ഞങ്ങൾ ഓരോരുത്ത പഠിച്ചിരേ. ആയെങ്കിൽ ആ അമൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുക്ക് അനുയോജ്യത്തിക്കണു, അത് പടിപ്പാടി തന്ന പോലെ എത്തിക്കണു. സ്വഹാബത്തിന് ഈ വിഷയത്തിന് ഞങ്ങൾക്ക് മാതിരി എത്തിക്കറ്, ഞങ്ങൾക്ക് അത് അതേപോലെ പടിപ്പാട്ടി തന്നിരാറ്. അതിലൊരു തെല്ലി ആരക്കൊറോടി വേണ്ടത് അങ്ങ് അംഗീകരിച്ചിട്ടില്ല. അങ്ങനെ കാലത്തിൽ ബന്ധുണ്ടായെങ്കിൽ അതിലങ്ങ ആ വിഷയത്തിലുള്ള എച്ചരിക്ക അങ്ങ് കൊടുത്തിരാറ് സമുദായത്തിക്ക്. ಅದಕ್ಕೆ ನಂಗೆ ಎತ್ರಮಾ ಉದಾಹರಣೆ ಕಾಣೋಕ್ಕೂ ಸಾಧ್ಯ ಅವರು. അതുകൊണ്ട് മൂന്നാമത്തെ വിഷയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമರ അമൽ ഞങ്ങൾ ഇത്തിബാ ആക്കണു ചൊന്നത്. ഇനി നാലാമത്തെ പോയിന്റ് ഇജ്തിനാബു മാ നഹാ അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെല്ല വിഷയത്തിൽ നിന്ന് ഞങ്ങളെ വിരോധിച്ചിര അതിൽ നിന്ന് ദൂരൈത്ത് നിൽക്കണു ചൊന്നതും റസൂലിനൊട്ടിക്കുള്ള മഹബത്തിര ഭാഗൈത്തിക്കറ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹശ്റിൽ പടിപാട്ടി തണ്ട വമാ ആതാകുമുർ റസൂലു ഫഖുദു. ആ റസൂൽ നിങ്ങൾക്ക് എന്തിരക്കൊമന്തന്നറ അതിര നിങ്ങൾ സ്വീകരിക്കൊരു. വമാ നഹാകും അൻഹു ഫന്തഹു. ആ റസൂൽ ഏത് വിഷയത്തെ നിങ്ങളെ തടഞ്ഞിര അതിര നിങ്ങൾ ദൂരാക്കൊരു. വത്തഖുല്ലാഹ്. അല്ലാഹുരെ നിങ്ങൾ പേടിക്കൊരു. ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ಅತ್ಯಂತ ಕಠಿಣೈತ ಶಿಕ್ಷೆ ದಂಡವನೈತಿಕ್ರಾ ಚೊಂತು ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತಆಲ ನಂಕು ಪಡಿಪಾಟಿ ದಂಡ. ಅಪ್ಪ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പടിപ്പാട്ടി തന്ന പോലെ ഞങ്ങൾ അമലാക്കണു. റസൂലിന്റെ ഇത്തിബാഅിൽ ഞങ്ങളെ അമൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടിക്കറ്. റസൂൽ പടിപ്പാട്ടി തന്നതെല്ലാം ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങൾ കൊമ്പരണു. അതേപോലെ റസൂല് വിരോധിച്ച വിഷയത്തെ ഞങ്ങളുടെ ജീവനത്തിൽ നിന്ന് ഞങ്ങൾ ദൂരാക്കണു. അതും റസൂലൊട്ടിക്കുള്ള മഹബത്തിര ഭാഗൈത്തിക്കറ്. സ്വഹാബത്തിരെ എത്രമാ മാതിരി ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ കാണുക സാധ്യാവില്ലേ?
അങ്ങ് ആ രീതിയിൽ സ്വീകരിച്ചങ്ങ റസൂൽ വിരോധിച്ച വിഷയട്ടായെങ്കിൽ അല്ലെങ്കിൽ റസൂലിലെ എന്തിനാവട്ടൊരു വിരോധം ആ വിഷയത്തിൽ ഉണ്ടുണ്ടായെങ്കിൽ ഇല്ല, അതിലെടുക്കോ കുശലങ്ങ തയ്യാറല്ല. ഒരു ചെറിയ വിഷയ അത് ചിലപ്പോ ഒരു ഹലാലയത്തുള്ളതെത്തിക്കൂ. ഇപ്പൊ ഒരു സ്വഹാബി ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മജ്ലിസിൽ ഇങ്ങനെ വന്ന്, അപ്പൊ സ്വഹാബിരെ കയ്യിലെന്താ ഒരു ബംഗാരെ എന്താ ഒരു ആഭരണം ഉണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിരെ ആ സ്വഹാബിരെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ഒരു ഏരിയയിൽ എറിഞ്ഞിട്ട് എന്നിട്ട് കേടുത്ത്, നിങ്ങളെ കൂട്ടത്തിലുള്ള ഒരാള് തീയിൽ നിന്നുള്ള ഒരു മോദർ ഇങ്ങനെ കയ്യിലിടക്കു വിചാരിக்கிறമാ, അങ്ങനത്തെ ഒരു ആഭരണം അവന് കയ്യിലിടക്കു വിചാരിக்கிறമാ. അപ്പൊ സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് പോയാൽ പിന്നെ ഏതോ ഒരാൾ ചൊന്തുക, അല്ല നിങ്ങൾ അത് എടുത്തിട്ട് നിങ്ങൾ വേറെ എന്താ ഒരു ഫായ്ദ എടുക്കറു, ആ നിങ്ങൾക്ക് ബംഗാരിടക്കു തീരാച്ചുന്നതല്ലേ, വേറെ ഫായ്ദ എടുക്കല്ലേ. അപ്പൊ ആ മനുഷ്യ ജവാബ് കൊടുക്കുറേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എറിഞ്ഞ ഒരു വിഷയത്തെ ഞാൻ ഇനി എടുക്കുക പോണ്ടില്ല. അപ്പൊ നോക്കറു അവിടെ എന്തുണ്ടു. അപ്പൊ അങ്ങനത്തെ ഒരു പിർസ ഞങ്ങക്ക് സ്വഹാബത്ത് റസൂലിന്റെ വിഷയത്തിൽ ഞങ്ങക്ക് കാട്ടി തന്നത്. അപ്പൊ അതൈത്തിക്കറ് ഞങ്ങക്ക് മാതരി യോഗ്യ. അപ്പൊ അതിന്റെ 4ാമത്തെ പോയിന്റ് ಐತಿക്കറ് ನಾ ಪಡಿಪಾಟಿ ತಂದ್ರೆ ಇಜ್ತಿನಾಬು ಮಾ ನಹಾನ್ಹು, ഏതൊരു വിഷയത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എതിർത്തറ അതിരെ ഞങ്ങളെ ലൈഫിൽ നിന്ന് ഞങ്ങൾ ദൂരാക്കണു ചെന്ന ഉള്ള ഒരു മാതരി ಐತಿക്കറ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് കൂടെ പടിപ്പാട്ടി തന്റെ. അതേപോലെ ഞങ്ങ ഈ 4 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഈ വിഷയത്തിൽ ഞങ്ങൾ ഓരോരുത്തർ ഞങ്ങളെ ജീവനത്തിലെ ഒന്ന് പരിശോധന ആക്കിയിട്ട് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ಐತಿക്കറ് ನಾ 4 വിഷയങ്ങൾ ഒന്നൽ ചൊന്തന്നെ. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വാഅത്തുഹു ഫീമാ അമറ, ഏതൊരു വിഷയത്തിൽ നിങ്ങൾക്ക് ആജ്ഞ തന്നറ ആ രൂപത്തിൽ റസൂലിന്റെ ഇത്താഅത്ത് ആക്കറു. രണ്ടാമത്തേത് തസ്ദീഖുഹു ഫീമാ അഖ്ബറ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു വിഷയത്തിൽ എന്തെಲ್ಲ ചൊന്തന്നറ ഏതെಲ್ಲ ഖബർ ഞങ്ങൾക്ക് എത്തുവാട്ടി തന്നറ അതിൽ ആ രീതിയിൽ സത്യസന്ധತೆ അംഗീകരിക്കണു. അതേപോലെ ഇത്തിബാഉഹു ഫിൽ അഅമാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമരെ ഏതെಲ್ಲ വിഷയത്തിലുള്ള സുന്നത്തുണ്ടാ അത് ഞങ്ങളുടെ ജീവനത്തിൽ ഞങ്ങൾ കൊണ്ടുവരണു. ഇജ്തിനാബ് മാ നഹാ അൻഹു, ഏത് വിഷയത്തിൽ റസൂൽ ഞങ്ങളെ വിരോധിച്ചാ അതിനെ ഞങ്ങളുടെ ജീവനത്തിൽ ഞങ്ങൾ ദൂരാക്കണു. ഇങ്ങനെ ഓരോന്നും ഞങ്ങൾ ആത്മപരിശോധന ആക്കി നോക്കാം. എത്ര ഞങ്ങൾക്ക് ഇതിനെ കൊമറക്കു സാധ്യര്, എത്ര ഞങ്ങൾ എതിർത്തറ, ഏതെಲ್ಲ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യസന്ധತೆ പടിപ്പാട്ടി തന്നത് ഞങ്ങൾ അംഗീകരിച്ചിര. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആജ്ഞരെ ഞങ്ങളെ ജീവനത്തിൽ ഞങ്ങൾ ഇത്തിബാ ആക്കിര ചൊന്നത് ഞങ്ങൾ ഓരോരുത്തർ ആലോചന ആക്കുള്ള ഒരു സന്ദർഭ ಐತಿക്കറ്. റസൂലിനൊട്ടുള്ള മഹബത്ത് ചൊന്നെങ്കിൽ അത് ചൊമ്മ രീതിയിലുള്ള ഈ മഹബത്തിന്റെ വിഷയത്തിൽ ചർച്ച കോലാഹലം നടക്കറേ ഒരു സന്ദർഭ ಐತಿക്കരുത്. അപ്പൊ ഇതെല്ലാം ഞങ്ങൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണു. ഞാൻ നിങ്ങൾക്ക് ചൊമ്മ നല്ല രീതിയിൽ വിവരണ ആക്കി തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹബത്ത് ഇല്ലാണ്ട് ഒരു മുഅ്മിനായവനുക്കു ജീവനത്തിൽ മുന്നൽ പോക്കു സാധ്യല്ല. ഈമാന്റെ അനിവാര്യത്തുള്ള ഒരു അംശ ಐತಿക്കറ് മേലുള്ള മഹബത്ത് ചൊന്നത്. അതുകൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കണം. ഇനി ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു വിഷയ, റസൂലിന്റെ മഹബത്തിന്റെ പേരിൽ പലതും ദുനിയാവിൽ നടന്നുകൊണ്ടുണ്ട്. മുസ്ലിം ഉമ്മത്ത് ചൊന്ത് നടக்கிறങ്ങ പല വിഷയം ആക്കിക്കൊണ്ടുള്ളാറ് പലതും ആണെങ്കിൽ അതില് ഏറ്റവും ഒരു മുസ്ലിം ഉമ്മത്തിൽ കാണു കിട്ടുന്ന ഒരു വലിയ വിഷയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമരെ ജന്മദിനാചരണ ചൊന്ന ഒരു വിഷയ. ഇത് റസൂലിന്റെ മഹബത്തിന്റെ പേരിലാക്കരെ, റസൂലിന്റെ പിർസത്തെ പേരിലാക്കരെ, റസൂലിന്റെ പിർസനക്ക് ഇതുകൊണ്ട് കിട്ടണു, അള്ളാഹുരുട്ട ഇതിരെ പ്രതിഫലം ഞങ്ങൾക്ക് കിട്ടണു ചെന്ന രൂപത്തിൽ ആക്രങ്ങ ಐತಿಕ್ರಾറ്. ആയെങ്കിൽ ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് എന്തൈത്തിക്കറ് ഞങ്ങൾക്ക് സലഫു സ്വാലിഹീങ്ങ പടിപ്പാട്ടി തന്നരെ. ഞാൻ ചൊന്നല്ലേ റസൂലിന്റെ മഹബത്തിലെ പ്രധാനപ്പെട്ട 4 പോയിന്റ്സ് നിങ്ങൾക്ക് ഞാൻ ചൊന്ന് തന്നെ. ഈ പോയിന്റ്സിന്റെ മേലില് അമലെടുത്തങ്ങൈത്തിക്கிறாറ് സ്വഹാബത്ത്. അപ്പൊ അങ്ങനെ ജീവനത്തിൽ ഞങ്ങൾക്ക് എന്ത് ഇതിരെ വിഷയത്തിൽ കാണുക സാധ്യവരു. ഇപ്പൊ നബിരെ പെത്തനാൾ ആചരണ ആക്കരെ ചൊന്നത് അല്ലെങ്കിൽ ജന്മദിനാചരണ. അപ്പൊ ഇത് എവിടുത്തെ ಬಂತು, ദീനിൽ ಇದಕ್ಕೆ എന്തെങ്കിലും പ്രമാണം ഉണ്ടാ ഞങ്ങൾ ഓരോരുത്തർ മനസ്സിലാക്കുകയിത്തിക്ര. ഈ വിഷയത്തില് ഇമാം സുയൂത്തി ചൊല്ലൊരു ഒരു പൽക്ക, വഖദ് സുഇല ശൈഖുൽ ഇസ്ലാം ഹാഫിൽ അസ്ർ
അബുൽ ഫളൽ അഹ്മദ് ബിൻ ഹജർ അൻ അമലിൽ മൗലിദ്. ഈ മൗലിദ് ചൊന്ന പേരില് നബിയുടെ ജന്മദിനാചരണ ആക്കിക്കൊണ്ടുള്ളാരല്ലേ. ഈ വിഷയത്തില് അബുൽ ഫളൽ അഹ്മദ് ബിൻ ഹജർ ചൊന്ന ആ ഷെയ്ഖറൊട്ടിಗೆ ഒരു ക്വസ്റ്റ്യൻ ಬಂತು. അപ്പൊ അയാൾ ಅದಕ್ಕೆ ജവാബ് കൊടുത്തു, അസ്ലു അമലിൽ മൗലിദി ബിദ്അത്തുൻ. ഈ മൗലിദ് ചൊന്ന അമൽര ಅದರ അസ്ല്, ಅದರ ಮೂಲ ಅದು ಬಿದ್ಅತ್ ಐತಿಕ್ರು, ಅದು ನವೀನ ಆಚರಣೆ ಐತಿಕ್ರು. ಲಂ ತುಂಕಲ್ ಅನ್ ಅಹದಿನ್ ಮಿನಸ್ ಸಲಫಿ ಸ್ಸಾಲಿಹ್ ಮಿನಲ್ ഖുറൂനി സലാസ. മുന്നത്തെ ആ 3 ശതമാന ചൊന്നത് അൽ ഖുറൂനു സലാസ. ഏതത്? സ്വഹാബത്തിന്റെ കാലത്തിലാ, അല്ലെങ്കിൽ താബിഅമാരെ കാലത്തിലാ, തബഉ താബിഅമാരെ കാലത്തിലാ ഇല്ലാത്ത ഒരു ആചരണ ಐತಿಕ್ರು ചൊന്തു. ಇದರ ವಿಷಯത്തിൽ ನಂಗೆ ಪಡಿಪಾಟಿತಂಡು ಅಲ್ ಹಾವಿ ಲಿಲ್ ಫತಾವಾ ಚೊನ್ನ ഒരു കിതാബിലു ಇವರು ಪಲ್ಕ ನಂಗೆ ಕಾಣೋಕೆ ಸಾಧ್ಯ. ಅವರು ಅಪ್ಪ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഇങ്ങനത്തെ ഒരു ആചരണ ആക്കുന്നതിക്ക് ദീനിൽ യാതൊരു പ്രമാണില്ല ചെന്നതൈത്തിക്കര് നമുക്ക് മനസ്സിലാക്കൂല്ലേ. അത് മാത്രല്ല ಇದರ വിഷയത്തില് എത്രമാ വിവരണ ഈ വിഷയത്തില് നമുക്ക് പടിപ്പാടി തണ്ടതೈತಿ ഈ വിഷയത്തിൽ കാണೋಕೆ സാಧ್ಯ. ಅವರು ആയെങ്കിൽ ನಂಗೆ ആലോചന ആക്കുകൂല്ലേ. ഞാൻ ചൊന്ന ആ 4 പോയിന്റിലെടുത്ത് നോക്കാം. ഇതില് അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരു ആചരണ ആക്കുന്നാറുണ്ടായെങ്കിൽ ಅದಕ್ಕೆ ನಂಗೆ സ്വഹാബത്ത് എന്റെ ഒരു മാതിരി കാട്ടി തരണ്ടേ. അങ്ങനെ സ്വഹാബത്താരെ ആക്കിയാരാ? ഇല്ല. സ്വഹാബത്തിന് പിന്നത്തെ കാലത്തിലില്ല, അതിര പിന്നത്തെ കാലത്തിലില്ല ചൊന്തൂടെ നമുക്ക് വ്യക്തമായിട്ട് പടിപ്പാട്ടിത്തണ്ട്. പിന്നെന്തൊക്കെ ഞങ്ങൾ ആക്കണു അതൈത്തിക്കറ് ഞങ്ങൾ ഓരോരുത്ത ആലോചന ആക്കൂല്ലേ. ഈ വിഷയത്തിലെ ഇങ്ങമേ പടിപ്പാട്ടിത്തന്റെ പലതിലും പല കിതാബിലും പല ഇങ്ങനെ ബുക്കിലും ഞങ്ങൾക്ക് ഇതിനെ വ്യക്തമായിട്ട് അങ്ങ് എഴുതി തന്നിരാറ്. ഇപ്പൊ അൽ അൻസാർ ചൊന്തു ഞങ്ങളെ രായത്തില് യാർത്തക്ക് യാരാ ಇದರ ಪ್ರಚಾರ ಹಾಕುಳ್ಳವರು ಪೇಪರ್ ಐತಿಕ್ರು ಅಲ್ ಅನ್ಸಾರ್ ಜೊನ್ನದು. ಇದ್ರೆ 1999 മീലാദുൻ നബി വിശേഷാങ്ക ചൊന്നൊരു വിശേഷാങ്ക ഇറക്കിരാറ്. ഇതിലെ പോണം നാമത്തെ പേജിൽ ഒരു പൽക്കുണ്ടു. ಹಿಜರಿ 630 ಮುಜಫರ್ ರಾಜನ ಕಾಲದಲ್ಲಿ ಇಂದಿನ ರೀತಿಯ ಮೌಲೂದ್ ಆಚರಣೆ ಪ್ರಾರಂಭವಾಯಿತು. ಅವ ಹಿಜರಿ 630 എത്ര 600 വർഷ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ ഒരു ആചരണ ബന്ധുണ്ട് ഇങ്ങനെ ഒപ്പിയാറ്. അപ്പൊ എന്തിനാണ് മനസ്സിലാക്കണം? ഇതില് സ്വഹാബത്തിന് അമലില്ല, താബിഅമാരെ അമലില്ല, തബഉ താബിഅമാരെ അമലില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു ഇല്ലാത്തൊരു ആചരണ ഇസ്ലാമിന്റെ പേരില് നബിയുടെ പേരിലുള്ള മഹബത്ത് എന്തിനെ ചൊല്ലണോ? മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ ഇസ്ലാമിൽ പടിപ്പാടി തന്റെ ജണ്ട് ബെല്ല ഹബ്ബ ഈദുൽ ഫിത്ർ ഈദുൽ അദ്ഹ താണ്ടി ബെല്ല ആചരണ ಐತೆ ಇಂಡೆ ചുറ്റുമുತ್ತಲು ಕೊಂಡಾಡಿ ಉಂಟುಲ್ಲಾರು. ಅವ ಎವಡೆತ್ತಿತ್ತು ಮುಸ್ಲಿಂ ಉಮ್ಮತ್ರ ಅವಸ್ಥೆ ನಂಗೆ ಓರೋರ್ಥ ಆಲೋಚನಾಕು ಉಲ್ಲಂಗೈತಿಕ್ರ ಎಂದೇ ಇದು ಆಚರಣೆ ಅಲ್ಲ ಅಂತ ಚೊಲ್ಲಗುಲ್ಲ ಕಾರಣ ನೋಕರು ಇಲ್ಲಾತದಕ್ಕೆ ಇಲ್ಲಾತದ್ರೊಟ್ಟಿಗೆ ಸಾಮ್ಯ ತಿಕ್ಕರು, ಉಳ್ಳದಕ್ಕೆ ಉಳ್ಳದ್ರೊಟ್ಟಿಗೆ ಸಾಮ್ಯ ತಿಕ್ಕರು. ನಾ ಜಂಡರು ഒരു ഉദാഹരണ ചൊല്றேன். ഇപ്പൊ നോക്കൂ, ഞങ്ങളെ ഉമ്മത്തിൽപ്പെട്ട ആൾമാര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹബ്ബത്തിന്റെ പേരിൽ റസൂലിന്റെ ജന്മദിന ആചരണ ആക്കുറാറ്. ആയെങ്കില ഇതേപോലെ ഒരു മുന്നൊലുക്കലിനെ ഒരു കൗമു നസ്രാനിമാര് ഒരു നബിയുടെ പേരിലുള്ള ഒരു ആചരണമേ ആക്കുറാറ്. ഞങ്ങൾ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ചൊല്റാ, അങ്ങ് യേശു ക്രിസ്തു ചൊല്റാറ്. ഏതായെങ്കിലും ആ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരില് അങ്ങ് ക്രിസ്മസ് ചൊന്ന ഒരു ആചരണ ആക്കുറാറ്. അതും ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജന്മദിനാചരണ ചൊന്ന പേരിൽ അങ്ങ് കൊണ്ടാടുറേ. ഞങ്ങളെ കൗമിൽ പെട്ടങ്ങ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിന ചൊന്ന പേരിൽ മീലാദ് ചൊന്ന ഒരു ആചരണം ആക്കുറാറ്. അപ്പൊ എന്തിരത്തിക്കണു ഇത് ഞങ്ങൾ അതിരെ എതിർക്കിറ. ഞങ്ങളെ മുസ്ലിമീങ്ങളെ കൂട്ടത്തിലുള്ള എല്ലാ ആൾമാരെ എതിർക്കിറാറ്. ഇത് ഇസ്ലാമിയ ആചരണ അല്ല, ഇസ്ലാമിയത്തിൽപ്പെട്ടതല്ല. ഞങ്ങൾ എതിർക്കിറേ കുറെ പോയിന്റ് സിക്വാ ആയെങ്കിൽ ഞങ്ങൾക്ക് അവിടെ ഒരു സമയം ഇങ്ങനെ ചൊല്ലത്തീരില്ലേ? എന്തേ ഈസാ നബി ഇസ്ലാമര ഒരു നബിയല്ലേ? ഖുർആൻ അല്ലാഹു ചൊമ്മജാകെ പേരെടുത്ത് ചൊന്ന ഒരു നബിയല്ലേ? ഉലുൽ അസ്മുൽപ്പെട്ട ആളല്ലേ? എന്തുകൊണ്ട് ആ ഈസാ നബിയെ ജന്മദിന ആചരണ ആക്കുന്നത് ഞങ്ങൾ എതിർക്കിറ?
അപ്പൊ അവിടെ അതേ അർത്ഥത്തിൽ നോക്കിയെങ്കിൽ നമുക്ക് ആ വിഷയത്തിലും അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പടിപ്പാട്ടി തരാത്തത് റസൂലിന്റെ പേരിലാക്കുമ്പോൾ ഞങ്ങൾ എതിർക്കണു. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പടിപ്പാട്ടി തരാത്തത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരിലാക്കുമ്പോ ഏതുപോലെ ഞങ്ങൾ എതിർക്കുക, അതേപോലെ ഞങ്ങൾ എതിർക്കണു. രണ്ടര സാമ്യത്തെ നിങ്ങൾ നോക്കൂ. ഇപ്പൊ ബൈബിള് ചൊന്നത് ഈസായിമാര് അല്ലെങ്കിൽ നസ്രാനിമാരെ ഒരു പവിത്ര ഗ്രന്ഥത്തെ തങ്ങ കൊണ്ടാടിയോണ്ടുള്ളാറ്. ഞങ്ങ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ഞങ്ങളെ കിതാബൈത്ത് അള്ളാഹു ദുനിയാവിലുള്ള മനുഷ്യന്മാർക്ക് സന്മാർഗത്തിക്ക് തിരക്കിയ ഒരു കിതാബൈത്ത് ഖുർആന്റെ ഞങ്ങ എടുത്തു പിടിച്ചോണ്ടുള്ള. അപ്പൊ ഇവിടെ ബൈബിളിൽ എവിടം ഈസാ നബിരെ ജന്മദിനാചരണ വിഷയത്തിൽ എവിടും പ്രസ്താപ ആക്കരേ ഇല്ല. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പടിപ്പാട്ടില്ല. ഇനി ഖുർആനില് അങ്ങനത്തെ ഒരു വിഷയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജന്മദിനാചരണ ചൊന്ന പേരിലൊന്നും ചൊല്ലായോടും ഇല്ല. ഇനി ഖുർആൻ ഞങ്ങൾക്ക് പടിപ്പാട്ടി തന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയെങ്കിലും പടിപ്പാട്ടി തന്ന അതും ഇല്ല. അപ്പൊ ജണ്ടര സാമ്യത്തെ നോക്കൂ, ഇല്ലാത്ത വിഷയത്തെ നടുവിൽ സാമ്യത്തിക്കര്. ഇനി അത് മാത്രല്ല, ഈ ക്രിസ്മസ് ചൊന്നെതിരെ ചരിത്രം എടുത്തു നോക്കിയെങ്കിൽ അതിലെ പിറവിലുള്ള ചരിത്രത്തിലെല്ലാം പടിപ്പാട്ടി തന്റെ എന്തിനെ കൊണ്ടുണ്ടാ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം മൗത്തൈത്ത് മരണപ്പെട്ടു പോയാൽ പിന്നെ 300 വർഷം കല്ലി തൈത്തിക്കര് ഇങ്ങനത്തെ ഒരു ആചരണ നസ്രാനിമാരെ നടുവിലോ വ്യാപകൈത്ത് ബന്നേ ചൊന്നത് ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് പടിപ്പാട്ടി തണ്ടതൈത്ത് അതിരെ വിഷയത്തിലുള്ള ബുക്കിലെല്ലാം എഴുതി വെച്ചതൈത്ത് കാണുക സാധ്യവരു. ഇനി നബിര ഈ ജന്മദിനാചരണ വിഷയത്തിൽ ഞാൻ ഉപടമേ ചൊന്നെ ഇത് മുന്നൊല്ലു കല്ഞ്ഞു പോയേ ആ നല്ല കൈത്തുല്ലേ സലഫു സ്വാലിഹീങ്ങളെ കാലത്തിലെന്തും ഇത് ആചരണ ചാൽത്തിലില്ലാത്തതൈത്തിക്കര് പിന്നെ വന്നതൈത്തിക്കര് ചൊന്നത് ഈ വിഷയത്തില് ഞാൻ എനിക്ക് പടിപ്പാട്ടി തന്നെ അതിരെ ಅದಕ್ಕೆ ಇದೈತ್ ಬೇರೆ ಕೊರೆ ಆ ವಿಷಯದಲ್ಲಿ ಪಡಿಪಾಡಿ ತಂದೆ ಕಾಣೋಕು ಸಾಧ್ಯ ಅವರು. ಇಮಾಮ್ ಫಾಕಿಹಾನಿ ಚೊಲ್ರೆ ಲಾ ಅಅಲಮು ಲಿಹಾದಲ್ ಮೌಲಿದಿ ಅಸುಲನ್ ಫಿ ಕಿತಾಬಿನ್ ವಲಾ ಸುನ್ನಾ. കിതാബുലാ സുന്നത്തില ഖുർആനിലാ സുന്നത്തില ഈ വിഷയത്തിൽ ഈ മൗലിദിക്ക് ഒരു അസ്ല് ഒരു അടിസ്ഥാനം എനിക്ക് കാണുക സാധ്യത്തില്ല. വലാ യൻഖുലു അമലുഹു അൻ അഹദിൻ മിൻ ഉലമാഇൽ ഉമ്മ. ഈ ഉമ്മത്തിൽപ്പെട്ട ഉലമാക്കന്മാർ എങ്ങനത്തെ അല്ലദീന ഹുമുൽ ഖുദ്വതു ഫിദ്ദീൻ, ഈ ദീനില് നല്ലതായ ആൽമാര് ആ അങ്ങനത്തെപ്പെട്ട ഉലമാക്കന്മാരിൽ നിന്ന് ഇതിരെ ഒരു അമൽ നക്കലൈത്ത് ബന്തില്ല. അൽ മുതമസ്സികൂന ബി ആസാരിൽ മുതഖദ്ദിമീൻ ബൽ ഹുവ ബിദ്അ. മുതഖദ്ദിമീൻ ആയിട്ടുള്ള മുന്നൽ കല്ഞ്ഞു പോയങ്ങളെ ആസാറെ ഗട്ടി പിടിക്കുന്നതായ ഉലമാക്കന്മാരെന്തും ഈ വിഷയത്തിൽ എന്തും അമലാക്കിയിട്ടില്ല. ഇത് ഒരു ബിദ്അത്തൈത്തിക്കറ്. അഹ്ദസഹൽ ബക്കാലൂൻ വശഹ്വതു നഫ്സിൻ. അതുപോലെ നഫ്സിരെ ആഗ്രഹത്തെ നഫ്സിരെ ഇച്ചരെ പെറോടി പോണ്ടെങ്കിൽ ഇതിരാക്കെ യഅ്തനാ ബിഹൽ അക്കാലൂൻ. ആ ഇതിരെ വ്യാജവാദിമാരാക്കിയതിരെ തിന്നരത് ഇഷ്ടപ്പെടുറങ്ങ ഇതിരെ പരിഗണിച്ചോണ്ട് വന്നാറ്, അങ്ങനെ ജീവനത്തിൽ കൊമന്നോണ്ട് വന്നാറ്. അപ്പാ ഇതിരെ കൊമന്നങ്ങ വെല്ല മൂർഖന്മാരെത്തിക്കാറ്, പിന്നെ അതിരെ പരിഗണനാക്കിയങ്ങ തിന്നൊക്കെ ഇഷ്ടപ്പെടുற ആൾമാരെത്തിക്കാറ് ചൊന്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമൽ നിന്ന് ദീനിനെ മനസ്സിലാക്കി മുന്നൽ കല്ഞ്ഞു പോയി. അതായത് ആ റസൂലിലെ ചരിയെല്ലാം ഇങ്ങനെ മനസ്സിലാക്കി ആ വിഷയത്തില് ഇതിനെ വിവരണാക്കി തന്നെ ആലിമീങ്ങ ഞങ്ങൾക്ക് പടിപ്പാട്ടി തന്നിരാറ്, അങ്ങനെ കിതാബിൽ എഴുതി വെച്ചിരാറ് ചൊന്നത് ഈ വിഷയത്തിൽ ഞങ്ങൾ ഓരോരുത്തർ മനസ്സിലാക്കൂല എത്തിക്കറ്. അപ്പൊ നോക്കറു ആ രീതിയിൽ അതിനെ ഹോലിക്കാക്കി നോക്കിയെങ്കും അതും ഇല്ല. ഇനി 4 എടുത്തു നോക്കാം. ഡിസംബർ 25 ചൊന്ത് ക്രിസ്മസ് ആക്കറാറ് ആയെങ്കിൽ അങ്ങനെ പുരോഹിതന്മാരെ നടുവിലെ അതിലെന്തോ ഏകഭിപ്രായം ഇല്ല. കൊറിയാൽമാർ ഡിസംബറിൽ ചൊല്ലാറ് 25, 26 ജനുവരി ചൊന്ന അഭിപ്രായം ഉണ്ടു. ഇനി അങ്ങനത്തെ ഒരു വിഭാഗത്തിൽ എതിർക്കുവാറ്. ഇനി അത് അതേപോലെ മുസ്ലിമീങ്ങ മുസ്ലിമീങ്ങ ചൊന്ന പേരിൽ കൊണ്ടാടുറങ്ങ അങ്ങനെ നടുവിലെ ഏകഭിപ്രായം ഇല്ല. ഇത് ഇന്നേ നാള് ചൊന്തു കൊറിയാൽമാർ അത് ഈ റബിയുൽ അവൽ തിങ്കളിൽ ചൊല്ലാറ്, റബിയുൽ അവൽ തിങ്കളുടെ ഇന്നേ ഡേറ്റിൽ ചൊല്ലാറ്. ആ തിങ്കളെ അല്ലാണ്ടും അഭിപ്രായം ഉള്ളതെത്തും ഞങ്ങൾക്ക് ഇതിലെ ചരിത്രത്തിൽ കാണുക സാധ്യവരും. അപ്പൊ ഏത് 4 ചൊന്നതും രണ്ടിലും അങ്ങനത്തെ ഒരു വിഷയമില്ല. അതേപോലെ ഉപ്പയുടെ പടിപ്പാട്ടി തന്ന പോലെ അവിടെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമും പടിപ്പാട്ടിത്തില്ല. ആ ആചരണാക്കോ ഞങ്ങളെ കൗമുരാൽമാര് ഞങ്ങളെ ആചരണ ചൊന്ന പേരിൽ നടപ്പാട്ടുമ്പോ
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പാടി തന്നില്ല. അതിൽ പുരോഹിതന്മാരുണ്ടാക്കിയാറ്, ഇതിലും കുറെ പുരോഹിതന്മാരുണ്ടാക്കിയാറ്. അതിൽ ഫാദരിമാരുണ്ടാക്കിയെങ്കിൽ ഇതിൽ ആ രൂപത്തിലുള്ള കുറെ പുരോഹിതന്മാരുണ്ടാക്കിയതൈത്തിക്കറ്. അത് അക്കാലൂൻ ചൊന്തു പഠിപ്പാട്ടി തന്ന പോലെ അതിന് പിന്നെ കുറെ തിന്നൊകൈത്തേ ചെയ്ക്കിറങ്ങ അതിനെ പരിഗണിച്ചോണ്ട് വന്നാരെന്ന് അതിൽ കുറെ തിന്നൊക്കെ കിട്ടറ്. അതിന് വിഷയത്തിലെല്ലാം പഠിപ്പാട്ടി തണ്ടേ കുറെ ഒരു 10,000 കോലി അതിനെ ഫ്രൈ ആക്കണു, അങ്ങനത്തെ കുറെ ആക്കണു ചെന്നേ ദൈത്തിക്കര്. അപ്പൊ അതിനെ ഇഷ്ടപ്പെടുന്ന അതിനെ പ്രോത്സാഹിക്കൊണ്ട് വന്നാറ് ചൊന്ന ദൈത്തിക്കര്. ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് ചൊന്തരകുല്ലേ. ഇനി ഈ ക്രിസ്മസ് ചൊന്ന പേരിൽ അങ്ങ ഈസാ നബി ഒട്ടിಗೆ കൂട്ടമൈത്ത് ദുആർക്കറാറ്. മീലാദ് ചെന്ന പേരില് മുഹമ്മദ് നബി ഒട്ടിಗೆ കൂട്ടമൈത്ത് ദുആർക്കറാറ്. അബ്ദുക്കൽ മിസ്കീനു യർജു. ഈ രൂപത്തില് പല രീതിയിലും പാടതൈത്ത് ഞങ്ങൾക്ക് കാണുക സാധ്യവರು. അപ്പൊ ഇത് ജണ്ടും ബാത്തിലൈത്തിക്കര്, ബാത്തിലിന്റെ നടുവിൽ സാമ്യത്തിക്കര്. അതുകൊണ്ട് ഇതുക്കും ഹക്കും യാതൊരു സംബന്ധില്ല ചെന്നതൈത്തിക്കര് ഞങ്ങൾ ഇവിടെ മനസ്സിലാക്കൂല്ലേ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു എച്ചരിക്ക, ഇയ്യാക്കും വൽ ഗുലുവ ഫിദ്ദീൻ. ദീനില് നിങ്ങ ഗുലുവരെ നിങ്ങ സൂക്ഷിക്കൂ. ദീനില് ഇല്ലാത്തത് കൊമണ്ടതിനെ നിങ്ങ സൂക്ഷിക്കൂ. ഫഇന്നമാ അഹ്ലക മൻ കാന ഖബ്ലകും അൽ ഗുലുവു ഫിദ്ദീൻ. ദീനില് ഗുലുവൈത്ത് പോണ്ടത് അല്ലെങ്കിൽ ദീനിൽ അമിത ആചാരയിത്ത് പോണ്ടത് അതൈത്തിക്കര് മുന്നല് കലിഞ്ഞു പോയ കൗമുരെ ഹലാക്കുള്ള കാരണാച്ചൊന്തു അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പാട്ടി തണ്ട്. അതുകൊണ്ട് ദീനില് യാതൊരു പ്രമാണം ഇല്ലാത്തതായ ഒരു വിഷയത്തിക്കര് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള മഹബ്ബത്തിൻ്റെ പേരിൽ റസൂലിന്റെ ജന്മദിന കൊണ്ടാടുറേ ചൊന്നത് ഖുർആനിൽ ഇതിന്റെ വിഷയത്തിൽ പ്രസ്താപാക്കിയിട്ടില്ല, ഹദീസിലന്തും പ്രസ്താപമേ ഇല്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കിയിട്ടില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കോകൈത്ത് ആജ്ഞാക്കിയിട്ടില്ല. ഇനി ആരെങ്കിലും ഒരു സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ആക്കിയതുക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗനായ ഒരു അംഗീകാരം തന്നില്ല. അങ്ങനെ ആക്കിയതും ഇല്ല. അങ്ങനെ ആക്കിയതൊക്കെ ഒരു മൗന സമ്മതിച്ചെന്നത് അങ്ങനെ നമുക്ക് കാണുക സാധ്യല്ല. ഇനി അത് മാത്രല്ല, ഇസ്ലാമിലു ഒരു ഹബ്ബ ആചരണ ചൊന്നെങ്കിൽ അതൊരു ഇബാദത്ത്. നോക്കൊരു ഇസ്ലാമിലു 2 ഹബ്ബ ആചരണ ആക്കുക അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടി തന്നിട്ട് അതിന്റെ റൂൾസ് അതിന്റെ റെഗുലേഷൻസ് എല്ലാം പഠിപ്പാട്ടി തന്നത്, അതിന്റെ നീതി നിയമമെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടി തന്നിട്ട് ആ പെരുന്നാള് ചൊന്തു ഞങ്ങൾ ആചരണ ആക്കിയുള്ള ചെറിയ പെരുന്നാള് ബല പെരുന്നാള് അതിക്ക് എന്തിനാക്കണു, അതിക്ക് വരുമ്പോ ആ നിസ്കാരം അതിലൊരു ഇബാദത്തെ ഉണ്ടു. അതിക്ക് വരുന്നെങ്കിൽ അതിനെ ആ നിസ്കാരത്തെ റക്അത്തെ തര അത് എങ്ങനെ അതിന്റെ മുന്നോലെന്തര വേണു, അതിക്ക് വരുമ്പോ എങ്ങനെ വേണു, അതിക്ക് പോകുമ്പോ എങ്ങനെ വേണു, അതിന്റെ ബണ്ട മുന്നൽ എന്താ ആക്കി തീർക്കുന്നുണ്ടാ, അത് ബന്തായാൽ പിന്നെ പോയാൽ പിന്നെ എന്തോ ആക്കി തീർക്കുന്നുണ്ടാ. ഈ രൂപത്തിൽ അതിനെ വിശദാംശത്തില് ഞങ്ങൾക്ക് ഹദീസ് കിതാബിൽ കാണുക സാധ്യവರು. ഇത് ഇസ്ലാമിൽ ഒരു ഹബ്ബ ആചരണരെ നീതിനി. ഇനി ഇങ്ങനെ ഒരു മൗലിദ് അല്ലെങ്കിൽ ഇണ്ടത്തെ കാലിൽ ചൊന്തന്റെ പോലത്തെ ഈ നബിദിനാചരണ നബിയുടെ ജന്മദിനാചരണ ചൊന്ന പേരിൽ എന്തെങ്കിലും അതിനൊരു എന്തെങ്കിലും ഒരു നിയമ ഇതാ ഇന്ന പോലെ നിങ്ങൾ പോർ ആചരണ ആക്കൂ, അല്ലെങ്കിൽ ഇന്ന പോലെ നിങ്ങൾ ആചരണ ആക്കൂ, അതിൽ പിന്നെ ഇന്ന പോലെ നിങ്ങൾ ചൊല്ലറു, ഇന്ന പോലെ മിസ്കീന്മാർക്ക് എന്തെങ്കിലും കൊടുക്കറു, അല്ല ഇന്ന പോലെ ഫിത്ർ സക്കാത്ത് ഉള്ള പോലെ എന്തേ ഒന്ന് നിങ്ങൾ ആക്കറു, അല്ലെങ്കിൽ കുർബാനി ബല പെരുന്നാൾ പിന്നെ ഞങ്ങൾ കുർബാന അർത്ഥ കൊടുക്കറല്ലേ, ഇന്ന പോലെ എന്തേ ഒന്ന് ആക്കറു. ഈ രൂപത്തിൽ പഠിപ്പാടി തന്റെ എവിടെയെങ്കിലും ഒരു ഹദീസ് സലഫു സ്വാലിഹീങ്ങൾ എന്തേ ഒന്നു ഞങ്ങൾക്ക് കാണുക സാധ്യവറാ ഇല്ല ചെന്നതൈത്തിക്കര്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ എന്തും ഇല്ല. ഇനി അത് മാത്രല്ല, സ്വഹാബിമാരാക്കിത്തില്ല, താബിഅമാരാക്കിത്തില്ല, തബഉ താബിമാരാക്കിത്തില്ല. ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ശതമാന 3 കാല ഈ കാലത്തിൽ എന്തും ഇല്ലാത്ത ഒരു ആചരണ പിന്നത്തെ കാലത്തില് കുരിയ ആൽമാർ കൊമന്നാറ്. അതുകൊണ്ട് ഇത് മുഹ്ദസാത്തൈത്തിക്കര്, ഇത് നൂതനൈത്തുള്ള സംഗതൈത്തിക്കര്, ഇത് ബിദ്അത്തൈത്തിക്കര്, ഇത് നവീനാചാരൈത്തിക്കര് ചൊന്തു ഞങ്ങൾക്ക് വ്യക്തമായിട്ടും ചൊല്ലക്കു സാധ്യവರು. എന്തേ ചൊന്നെങ്കിൽ ഈ വിഷയത്തില് അങ്ങനെ അതിരെ വിഷയത്തിൽ ചൊന്നത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പാടി തന്നെ ഞങ്ങളെ റായത്തുള്ള ഒരു പേപ്പറിൽ. ഇനി നോക്കൊരു അവ്വലു മൻ അഹ്ദസഹു മിനൽ മുലൂകി അൽ മലിക്കുൽ മുളഫർ അബൂ സഈദ് സാഹിബു ഇർബൽ. ഇർബൽ ചൊന്ന റായത്തെ
അവിടുത്തെ രാജാവൈത്തിന്നെ അബൂ സഈദ് മുലഫർ രാജാവ് അബൂ സഈദ് മുലഫർ രാജാവൈത്തിക്കറ് ഇതിരെ നൂതനൈത്ത് കൊമന്നെ വഅല്ലഫ ലഹു അൽ ഹാഫിൽ ഇബ്നു ദഹിയ തഅലീഫൻ സമ്മാഹു അത്തൻവീർ ഫീ മൗലിദിൽ ബഷീർ അന്നദീർ ഇബ്നു ദഹിയ ചൊന്ന ഒരു ആലിമുവല ആലിമേങ്ക അങ്ങനെ ആക്കോത്തീര അയാൾക്കൈത്ത് ഒരു കിതാബ് എഴുതി കൊടുത്തു എന്തിനെ അത്തൻവീർ ഫീ മൗലിദിൽ ബഷീർ അന്നദീർ ചൊന്ന ഒരു കിതാബ് നബിരെ പൊകളരെ ചൊന്ന പേരിൽ ഫഅജാസഹു അൽ മലിക് അൽ മുലഫർ ബി അൽഫി ദീനാർ അപ്പ മലിക് മുലഫർ എന്താക്കിത് അയാൾക്ക് 1000 ദീനാർ സമ്മാനയിത്ത് കൊടുത്തു അയാൾക്ക് പ്രസന്റ് ആയിട്ട് കൊടുത്തു വസനഅ അൽ മലികുൽ മുലഫർ അൽ മൗലിദ് അങ്ങനെ മുലഫർ രാജാവ് മൗലിദ് ആചരണ ആക്കിയിട്ട് വകാന യഅമലുഹു ഫി റബീഉൽ അവ്വൽ അയാൾ ആക്കിയത് റബീഉൽ അവ്വൽ തിങ്കളൈത്തിക്കറ് ചൊന്തു ഇആനത്തു ത്വാലിബീൻ ലിസ്സഖാവി ചൊന്ന കിതാബിലു വ്യക്തമായിട്ടും എഴുതി വെച്ചറ് അപ്പൊ ഇതിലെ വേറൊരു രീതിയിൽ പഠിപ്പാട്ടി തണ്ടാറ് ഇത് ഫാത്തിമി ഖലീഫമാരെ എത്തിക്കാറ് ഷിയാക്കന്മാരെ കൂട്ടത്തിൽപ്പെട്ടെ ഷിയാക്കന്മാര് ചെന്ന ഇസ്ലാമുക്ക് ഒരു രീതിയിലും സംബന്ധമില്ലാത്തങ്ങ അങ്ങനെ ചൊല്ലണങ്ങ മുസ്ലിം ഉണ്ട് മാത്രമാ ഇസ്ലാമുക്കും ഷിയായിസംക്കും യാതൊരു സംബന്ധമില്ല അഹ്ലുസുന്നത്തിലെ എല്ലാ ഉലമാക്കന്മാർ എഴുതി വെച്ചിരാറ് ഇസ്ലാമുക്കും ഷിയായിസംക്കും യാതൊരു സംബന്ധമില്ല അങ്ങനെ കൂട്ടത്തിൽപ്പെട്ട ഫാത്തിമിയ ആ ഖലീഫമാര് പണ്ട് എവിടമ ആക്കിരാറ് പിന്നെ അത് നിന്നുപോയിട്ട് അതിൽ പിന്നെ ഈ മുലഫർ ചെന്ന രാജാവ് ഇതിനെ പിന്നെ ഉണ്ടാക്കി കൊമന്ത് അതും ഹിജ്റ 600 പിന്നെ ഉണ്ടാക്കിയതായിത്തിക്കറ് ചൊന്നത് ആ വിഷയത്തില് ഇതിലെ വിഷയത്തിൽ പഠിപ്പാട്ടിട്ടുണ്ടാറ് അപ്പൊ ഏതായെങ്കും ഇസ്ലാമുക്കു യാതൊരു രീതിയിലുള്ള സംബന്ധമില്ലാത്ത ഒരു വിഷയ ഇസ്ലാമിന്റെ പേരിൽ കൊണ്ടാടുമ്പോ അതിന്റെ വിഷയത്തിൽ ഞങ്ങൾ മനസ്സിലാക്കൂല്ലേ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാടി തന്ന ഒരു എച്ചരിക്ക ലാ തത്റൂനി കമാ അത്റത്തിൻ നസാറ ഈസാ ഇബ്നു മറിയം അലൈഹിസ്സലാത്തു വസ്സലാം റെ നസ്രാനിമാർ പൊഗലിയ പോലെ നിങ്ങൾ രണ്ട് പൊഗലണ്ട ഫഇന്നമാ നഅബ്ദുഹു ഫഖൂലു അബ്ദുല്ലാഹി വറസൂലു ഞാൻ അല്ലാഹുവിന്റെ ദാസൈത്തിക്ര അല്ലാഹുവിന്റെ റസൂലൈത്തിക്ര അതുകൊണ്ട് നിങ്ങൾ ആ സ്ഥാനത്തിൽ മാത്രമേ നന്റെ വെക്കോറു അതിനായിട്ട് വലിയൊരു സ്ഥാനത്തെ നിങ്ങനക്ക് തരണ്ട അല്ലാഹുവിന്റെ അബ്ദ് അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിന്റെ ദാസ അല്ലാഹുവിന്റെ റസൂൽ ചെന്ന സ്ഥാനത്തിൽ നിങ്ങൾ നന്റെ വെക്കോറു ചൊന്തു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് പഠിപ്പാട്ടിട്ടുണ്ട് അതുകൊണ്ട് അങ്ങ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പൊകലിത്ത് ദിവ്യാത്മ അതല്ല അല്ലാഹുവിന്റെ ആത്മൈത്തി ദുനിയാവില് ബന്നാല് അങ്ങനെ പല രീതിയിലും ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്നാറ് ഈ രൂപത്തിൽ ബാത്തിലായ ഒരു അംശ ഇസ്ലാം ദീന്റെ പേരില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടിത്ത് നിങ്ങൾ ഉണ്ടാക്കണ്ട ചൊന്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞങ്ങൾക്ക് എച്ചരിക്ക തന്നര് അതുകൊണ്ട് ഈ വിഷയത്തിൽ ഞങ്ങൾ ജാഗ്രത ആക്കണം അപ്പൊ റായത്തുള്ളേ പ്രചാരത്തിൽ നടക്കുന്ന ഒരു സംഘത്തിന്റെ വിഷയത്തിൽ മാത്രമേ എത്തിക്കറ് നിങ്ങളൊട്ടിക്ക് ചൊന്ന് തന്നെ ഇങ്ങനെ ഓരോന്നും ഞങ്ങൾ വെച്ച് നോക്കാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വാഅത്തുഹു ഫീമാ അമറ ഏതൊരു വിഷയത്തെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് ആജ്ഞ തന്നറ അതിനെ ഞങ്ങൾ ആ രൂപത്തിൽ ഇത്തിബാക്കണു അതുപോലെ വതസ്ദീഖുഹു ഫീമാ അഖ്ബറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറാക്കിര ഞങ്ങൾക്ക് എത്തുവാട്ടി തന്നറ അതിനെ സത്യസന്ധത്തെ അംഗീകരിക്കണു അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്ന വിഷയത്തെ ഞങ്ങൾ അമലിൽ കൊണ്ടുവരണു അതുപോലെ ഇജ്തിനാബു മാ നഹാൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച വിഷയത്തെ ഞങ്ങൾ ജീവനത്തിൽ നിന്ന് വിട്ടുവിടണു ഇതേ തിക്കറ് ഞങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹബ്ബത്ത് ഞങ്ങളെ ജീവനത്തിൽ ഞങ്ങൾ കാട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട അനിവാര്യത്തിലുള്ള ഒരു സംഗതിയെ ചൊന്തു ഞങ്ങൾ ഓരോരുത്തർ മനസ്സിലാക്കണു അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹബ്ബത്തിന്റെ പേരിൽ സല ഇല്ലാത്ത ഒരു ആചരണ കൊമ്പറക്കു ഞങ്ങൾക്കാർക്കും അല്ലാഹു അധികാരം തന്നില്ല അതുകൊണ്ട് അങ്ങനത്തത് കൊമന്നെങ്കിൽ അത് ഫകുല്ലു ബിദ്അത്തിൻ ളലാല എല്ലാ ദീനിലുള്ള ബിദ്അത്ത് അത് തെരുതപ്പതൈത്തിക്കറ് ലലാലത്തൈത്തിക്കറ് ചൊന്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എച്ചരിക്ക തന്നരെ വേറൊരു ജാഗ കുല്ലു ലലാലത്തിൻ ഫിന്നാർ എല്ലാ തെരുതപ്പതും അന നരകത്ത് കൈത്തിക്കറ് ചൊന്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് എച്ചരിക്ക തന്നരെ അതുകൊണ്ട് പിർസത്തെ സഹോദരിമാരെ ഞങ്ങൾ മനസ്സിലാക്കുക ഏറ്റവും പ്രധാനപ്പെട്ട വിഷയ റസൂലിന്റെ മഹബ്ബത്ത് ഞങ്ങളെ ജീവനത്തിൽ കാട്ടിത്തേ തീരണു അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചൊല്ലറ
വമൻ യുതഇല്ലാഹ വറസൂലഹു അല്ലാഹുര ആരി താഅത്താക്റാറ് അല്ലാഹുര റസൂൽ ആരി താഅത്താക്റാറ് യുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിൽ അൻഹാർ അടിഭാഗത്തിൽ നദി ഒഴുകിക്കൊണ്ടുള്ള സ്വർഗ്ഗത്തിൽ അല്ലാഹു അങ്ങനെ പ്രവേശിപ്പിക്കുക ഖാലിദീന ഫീഹാ അതിലങ്ങ ശാശ്വതൈതിക്കുവാറ് വദാലികൽ ഫൗസുൽ അലീം അതൈതിക്രി ഏറ്റവും വലിയ വിജയാച്ചൊന്ത അല്ലാഹു പഠിപ്പാട്ടിത്തണ്ട ഇനി വമൻ യഅസില്ലാഹ വറസൂല അല്ലാഹുര റസൂൽ ആര് ധിക്കരിക്கிறாரு വയതഅദ്ദ ഹുദൂദഹു അല്ലാഹു വെച്ചതായ ഹദ്ദിനെ ആര് മീരിത്ത് നടക്கிறாரு അല്ലാഹു വെച്ചതായ ഗഡിരെ ഉല്ലംഘനാക്கிறாரு യുദ്ഖിൽഹു നാരൻ അവನು നരകത്തിക്ക് എത്തിക്കറാ അവന്റെ പ്രവേശിക്കപ്പെടുറേ ഖാലിദൻ ഫീഹാ അതിൽ അവನು ಶಾಶ್ವತ ಎತ್ತಿക്കുക ವಲಹು ಅದಾಬುಂ ಮುಹೀನ್ ಅತ್ಯಂತ ನಿಂದನಾತ್ಮಕೈತುಲ್ಲೆ ಶಿಕ್ಷಾ ಅವನಕು ನರಕത്തിലുണ്ട് ചൊന്തു അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൻ നിസാഅ 13-14 ആയത്തില് നമുക്ക് പഠിപ്പാടിത്തണ്ട ഒരു എച്ചരിക്കര സന്ദേശം വൈത്തിക്കുന്നത് ഒന്ന് സന്തോഷ വാർത്ത പിന്നൊന്ന് എച്ചരിക്ക റസൂലിന്റെ ഇതാഅത്താക്രൻകുള്ള ഒരു സന്തോഷ വാർത്ത റസൂലിനെ എതിർക്കുള്ള ഒരു എച്ചരിക്ക വൈത്തിക്കര് ഈ ആയത്തിൽ നമുക്ക് പഠിപ്പാടിത്തണ്ടേ അതുകൊണ്ട് ആ ഏതൊരു പേരിലും നമുക്ക് ആക്കുകയില്ല എല്ലാ സംബന്ധം മുറിഞ്ഞിട്ട് പോകേണ്ട ഒരു നാളെത്തിക്കര് ഉമ്മര പേരിലാക്കുകയില്ല ഉമ്മര പേരിലുള്ള അല്ലെങ്കിൽ കുറിയാൽ അങ്ങനല്ലേ ഉമ്മ കൈത്താക്കരെ അല്ലെങ്കിൽ അബ്ബ കൈത്താക്കരെ അല്ലെങ്കിൽ പെഞ്ഞായി കൈത്താക്കരെ മക്ക കൈത്താക്കരെ റായത്തൻ കൈത്താക്കരെ അല്ലെങ്കിൽ രാജകീയത്തിൽ സ്ഥാനമാനത്ത് കൈത്താക്കരെ ദുനിയാവ് കൈത്താക്കരെ ഇങ്ങനത്തെ യാതൊരു സംബന്ധം അണ്ടത്തെ നാളിൽ നമുക്ക് ഫായിദത്ത് കിട്ടല അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ നമുക്ക് എച്ചരിക്കത്തണ്ട അതുകൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കൂല്ലേ മുഅ്മിനീൻക്ക് അല്ലാഹു വാഗ്ദാനാക്കര നല്ലതൈത്തിക്കര് ആ നല്ലത് ഏറ്റവും നല്ലത് അത് സ്വർഗ്ഗൈത്തിക്കര് കാഫിരീൻക്ക് അല്ലാഹു വാഗ്ദാനാക്കരെ അത് നരകൈത്തിക്കര് ഫഇദാ നുഫിഖ ഫിസ്സൂർ ഫലാ അൻസാബ ബൈനഹും അങ്ങനെ അല്ലാഹുദാ ആ കഹളൽ ഊതിയെങ്കിൽ പിന്നെ അങ്ങനെ നടുവിലുള്ള യാതൊരു ബന്ധമില്ല ചൊന്ത അല്ലാഹു പഠിപ്പാടിത്തണ്ട ഖുർആനിൽ വേറൊരു ജാഗ അല്ലാഹു ചൊന്തന്നെ പോലെ ഫഇദാ ജാഅതിസ് സാഖ ആ ബെല്ല ആപത്ത് വന്നെങ്കിൽ യൗമ യഫിറുൽ മർഉ മിൻ അഖീ ഒരു മനുഷ്യ അവന്റെ സഹോദരനെ വിട്ടു പോണ്ടതായ ഒരു നാല് വ ഉമ്മിഹി വ അബീ അവന്റെ ഉമ്മബരെ വിട്ടിട്ട് ഓടി പോണ്ടവനു വ സ്വാഹിബതിഹി അവന്റെ പെഞ്ഞായി മക്കളെ വിട്ടിട്ട് അവൻ ഓടി പോണ്ട അണ്ടത്തെ നാല് അവന്റെ അമലല്ലാണ്ട് അവനക്ക് യാതൊരു പ്രയോജനം ഇക്കല അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ ഖിയാമത്തിനാൽ അല്ലാഹുവിനെ മുട്ട ഓർത്തോർത്തേത്ത് പോകുല്ലങ്ങ എത്തിക്കറ ഞങ്ങ ഈ ഒരു ബിയാരത്തില് ഞങ്ങ റസൂലിന്റെ മഹബ്ബത്തിന്റെ പേരിൽ സല ഇല്ലാത്തൊരു ആചരണം ഞങ്ങ ആക്കോകില്ല ഉള്ളത് എത്രമാ ഞങ്ങൾക്ക് ആക്കോകുണ്ടു എത്ര ആക്കോകുണ്ട് ആക്കെത്ര തീരോകില്ല ഓർത്ത സുബൈ അവನು വർക്കറെ ಎಂಚಿರದ್ರೆ പിടിച്ചിട്ട് ജാവ് വർങ്ങറെ ഉടുത്തോളോ വേണ്ട ഇനി ആ ജാവ് വർക്കിന് ഒരു സമയം അവർ തെഞ്ച വർക്കർ അവൻ എന്തായി തെഞ്ച ആ സന്ദർഭത്തിൽ അവനക്ക് ആക്കൊക്കെ വേൺമായ എത്ര ഉണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാടി തന്നത് അത് വിട്ടുത്തു റസൂലിന്റെ പേരിൽ ഇല്ലാത്തതാക്കേണ്ടായെങ്കിൽ അത് വല്ല ആപത്തൈത്തിക്കൂ അത് ഞങ്ങ റസൂലിന്റെ പേരിൽ ആക്കുന്നതിക്ക് ഞങ്ങ കൂലി കിട്ടണു ചെന്നൊരു നീയത്ത് വെക്കറ ആ വെക്കറേണ്ടായെങ്കിൽ നോക്കറു അത് ബിദഅത്തൈത്തിക്കര് അതുകൊണ്ട് അത് ലലാലത്തൈത്തിക്കര് ഇങ്ങനത്തെ എല്ലാ ആചരണം ഞങ്ങളുടെ ജീവനത്തിൽ ഞങ്ങൾ വിട്ടുവിടണു അല്ലാഹു സുബ്ഹാനഹു വ തആല അതുക്കുള്ള തൗഫീഖ് ഞങ്ങൾക്ക് എല്ലാവർക്കും തരട്ട് അല്ലാഹു ഞങ്ങളെല്ലാ യാരക്കൊരോട്രെ മാഫാക്കി തരട്ട് അല്ലാഹുവേ ഞങ്ങളുടെ ജീവനത്തിൽ വന്നു പോയതായ ചെറിയം വെല്ലത്തുള്ള തപ്പുരെ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാഫാക്കി തന്നു റബ്ബേ ഞങ്ങളുടെ കൂട്ടത്തില് പല രീതിയിലും കഷ്ടപ്പെണ്ടെങ്കുള്ളാറ് ആർത്തിക്കൈത്തിക്കൂ മാനസികൈത്തിക്കൂ അതുപോലെ ശാരീരികൈത്ത് കഷ്ടപ്പെണ്ടെങ്കുള്ളാറ് എല്ലാരെ കഷ്ടത്തെ ഞങ്ങളായിട്ട് അറിയണോനായ റബ്ബേ നിന്റെ റഹ്മത്ത് നീ ഞങ്ങൾക്ക് എല്ലാവർക്കും വിട്ടു തന്നു റബ്ബേ അല്ലാഹുവേ സീക്ക് കൊണ്ടൊത്ത് കഷ്ടപ്പെണ്ട എത്രമാ സഹോദരന്മാർ സഹോദരിമാർ ദുആ കൊണ്ടൊത്ത് വസിയത്താക്കിരാറ് അതുകൊണ്ട് അങ്കായത്ര ಬೇಗ അങ്ങനെ സീക്ര നീ ശിഫ ആക്കി കൊടുത്തു റബ്ബേ അല്ലാഹുവേ ഈമാനോട് കൂടി മൗത്തൈത്ത് പോയ ഞങ്ങളെ എലമൂത്ത ഉമ്മബ്ബ കൂട്ടുകുട്ടുംബർ ആയത്തങ്ങ എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും കൊടുത്തു റബ്ബേ
ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما وآخر دعوانا الحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله